നമസ്കാരം. ന്യൂസ് ആൻഡ് ന്യൂസിലേക്ക് സ്വാഗതം. മന്ത്രി കെ ടി ജലീലിൻ്റെ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട ഉയർന്ന വിവാദങ്ങളും അതേ തുടർന്ന് ലോകായുക്തയുടെ നിലപാടും അതിന്മേലുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങളും ഒക്കെ സജീവമായ ഇന്ന് അതാണ് ന്യൂസ് ആൻഡ് ന്യൂസ് ഇന്ന് ചർച്ചയ്ക്കായി എടുക്കുന്നത്. നിയമങ്ങളുടെ സാങ്കേതികതയ്ക്കപ്പുറത്തേക്ക് അതിൻ്റെ പ്രസക്തി എന്ത് എന്നത് കൂടി പരിശോധിക്കുന്നു. ഹൈക്കോടതിയും നിയമവിദഗ്ധനുമായ ഗവർണറുടെ കണ്ടെത്തലുകൾക്കപ്പുറത്തേക്ക് ലോകായുക്ത കണ്ടെത്തിയതിൻ്റെ യുക്തി എന്ത്? ഇപ്പോൾ ധാർമ്മിക പ്രശ്നം ഉയർത്തുന്ന പ്രതിപക്ഷം പ്രഖ്യാപിക്കുന്ന നിലപാടുകളുടെ യുക്തി എന്ത്? ഇതൊക്കെ നമുക്ക് ചർച്ച ചെയ്യാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത് CPIM പ്രതിനിധിയായി PP ചിത്തരഞ്ജൻ, കോൺഗ്രസ് പ്രതിനിധിയായി അഡ്വക്കേറ്റ് PS സലിം, രാഷ്ട്രീയ നിരീക്ഷകനായി റജി ലൂക്കോസ് എന്നിവരാണ് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്നത്. ആദ്യം തലക്കെട്ടുകളിലേക്ക് പോകാം. തലക്കെട്ടുകൾ. VKC ഡിബോങ്കോ പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് VKC ഡിബോങ്കോ. അൾട്രാ കംഫർട്ടബിൾ ഡബിൾ ഡെൻസിറ്റി സോളുമായി VKC ഡിബോങ്കോ. കെ ടി ജലീലിനെതിരായ ലോകായുക്ത വിധിയുടെ നിയമവശങ്ങൾ പരിശോധിക്കുമെന്ന് A വിജയരാഘവൻ. കെ ടി ജലീൽ മന്ത്രിസ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് മന്ത്രി AK ബാലൻ. UDF സർക്കാരിൻ്റെ കാലത്ത് വിവിധ മന്ത്രിമാർക്കെതിരെ രജിസ്റ്റർ ചെയ്തത് 96-ലേറെ കേസുകൾ. ഉമ്മൻചാണ്ടിക്കെതിരെ മാത്രം 31 ലോകായുക്ത കേസുകൾ. അമേരിക്കൻ യുദ്ധക്കപ്പലുകൾ ഇന്ത്യൻ സമുദ്രാതിർത്തിയിൽ കടന്നുകയറിയതിനെതിരെ വ്യാപക പ്രതിഷേധം. USS 7-ാം കപ്പൽപ്പട ലക്ഷദ്വീപിന് സമീപത്തെത്തിയത് ബുധനാഴ്ച. രാജ്യസുരക്ഷ ഉറപ്പുവരുത്തുന്നതിൽ മോദി സർക്കാർ പരാജയപ്പെട്ടെന്ന് CPIM. പ്രതികരിക്കാതെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി V മുരളീധരൻ. പാലക്കാട് സിനിമാ ഷൂട്ടിംഗ് തടസ്സപ്പെടുത്തി RSS. ഹിന്ദു മുസ്ലിം പ്രണയം പറയുന്ന സിനിമ ചിത്രീകരിക്കാൻ അനുവദിക്കില്ലെന്ന് ഭീഷണി. ഷൂട്ടിംഗ് ഉപകരണങ്ങൾ നശിപ്പിച്ചും RSS പ്രവർത്തകരുടെ വിളയാട്ടം. രാജ്യത്ത് കോവിഡ് കേസുകൾ കുതിച്ചുയരുന്നു. പ്രതിദിന കണക്ക് 1.5 ലക്ഷത്തോടടുത്തു. സംസ്ഥാനത്ത് ഇന്ന് 6194 പേർക്ക് കോവിഡ്, 2584 രോഗമുക്തി. കോഴിക്കോട് 2 ആഴ്ചത്തേക്ക് കടുത്ത നിയന്ത്രണം. സ്പീക്കർ P ശ്രീരാമകൃഷ്ണന് കോവിഡ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. PP ചിത്തരഞ്ജൻ, PS സലിം, റജി ലൂക്കോസ്. ആദ്യം കോൺഗ്രസ് പ്രതിനിധിയായ ശ്രീ PS സലിമിലേക്ക് തന്നെ. ശ്രീ PS സലിം, ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട ലോകായുക്തയുടെ കണ്ടെത്തലിൽ വലിയ ധാർമ്മിക പ്രശ്നമാണ് പ്രതിപക്ഷം മുമ്പോട്ട് വെക്കുന്നത്, ഉയർത്തുന്നത്. നിയമങ്ങളുടെ സാങ്കേതികതയ്ക്കപ്പുറത്തേക്ക് എന്ത് ഗൗരവതരമായ വിഷയമാണിതിൽ പ്രതിപക്ഷത്തിന് മുമ്പോട്ട് വെക്കാനുള്ളത്? അല്ല അജിംഷാദെ, ഇതില് ഈ നിയമങ്ങളുടെ സാങ്കേതികതയ്ക്കപ്പുറത്തേക്ക് ഈ കെ ടി ജലീലിന് അനുകൂലമായി എന്ത് ധാർമ്മികത ആണ് ഈ ലോകായുക്തയുടെ വിധിയിൽ ഉൾക്കൊള്ളുന്ന എനിക്ക് മനസ്സിലാവുന്നില്ല. ഏതെങ്കിലും ഒരുപക്ഷെ ഒരു ജനപക്ഷ നിലപാടുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുന്ന ഒരു സാങ്കേതികമായ പിഴവുകളോ നിയമപരമായ ഏതെങ്കിലും ഒരു പ്രശ്നങ്ങളോ നേതാവിനെതിരായി അത്തരം നിഗമനങ്ങളോ അല്ലെങ്കിൽ വിലയിരുത്തലുകളോ വിദ്യാർത്ഥികളോ ഉണ്ടാകുമ്പോൾ പറയേണ്ട വാക്കുകളാണ് അങ്ങിപ്പോൾ കെ ടി ജലീലിനെതിരായിട്ട് കേരളത്തിലെ ഒരു ജുഡീഷ്യൽ ബോഡി സംശയങ്ങൾക്കതീതമായി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിരിക്കുന്നു. വയലേറ്റഡ് ദി ഓത്ത് ഓഫ് ഫെയ്ത്ത് എന്നുള്ള കൃത്യമായ ഇത് പറഞ്ഞിട്ട് അതിനകത്ത് എന്ത് സാങ്കേതികത, അതിനകത്ത് എന്ത് അവ്യക്തത, അതല്ലെങ്കിൽ കെ ടി ജലീലിനെ ഈ വിഷയത്തിൽ ഇനിയും പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും കഴിയുന്ന ഏത് വാക്കുകളാണ്? ഞാൻ പറയാം. താങ്കൾ അഡ്വക്കേറ്റ് കൂടി ആയതുകൊണ്ട് എന്നെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ആഴത്തിൽ പാണ്ഡിത്യമുണ്ടാകും. ഞാൻ ഹൈക്കോടതിയുടെ വിധിയിലെ ചില പരാമർശങ്ങൾ വായിക്കാം. This
court has clarified things in Ramesh Chennithala versus State of Kerala 2008 SEO. Anyway, the said appointment made by the minister must be an appointment as part of the administrative actions of the state and for any sort of proceeding under the Prevention of Corruption Act. അഴിമതി നിരോധന നിയമപ്രകാരം തെറ്റായ ഒന്നും ഈ മന്ത്രി ഈ നിയമനത്തിൻ്റെ കാര്യത്തിൽ ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, ഇതൊരു അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസ് ആണ്. അതിൻ്റെ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ്. പി ഉബൈദിൻ്റെ ജഡ്ജ്മെൻ്റാണ് ഞാൻ വായിക്കുന്നത്. അവസാനം അദ്ദേഹം പറയുന്നത്, വിഡ്രോവൽ കനോട്ട് ബി ടേക്കൺ ടു ബി ആസ് സില്ലി ആസ് ദ റിട്ട് പെറ്റീഷണർ വുഡ് തിങ്ക്. റിട്ട് പെറ്റീഷണർ ചിന്തിക്കുന്നത് പോലെ അത്രേ നിസ്സാരമായ കാര്യമല്ല ഇതിൻ്റെ വിടുതലുമായി ബന്ധപ്പെട്ട് പറയാനാകുന്നത്. ദ റിട്ട് പെറ്റീഷൻ ക്യാൻ ബി ക്ലോസ്ഡ്. ഇത് പി ഉബൈദിൻ്റെ ജഡ്ജ്മെൻ്റാണ്, വെർഡിക്റ്റാണ്. ഇത് ആണ് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെക്കുന്നത്. ഇതാണ് ഹൈക്കോടതി കണ്ടെത്തിയത്. ഹൈക്കോടതിയും നിയമപരിജ്ഞാനമുള്ള ഒരു ഗവർണറും കണ്ടെത്തിയതിനപ്പുറത്തേക്ക് ലോകായുക്തയുടെ ഈ തീരുമാനം പോയതെങ്ങനെ എന്ന് നാം ചർച്ച ചെയ്യുന്നതിന് പകരം എടുപ്പിടിയെന്ന് ഒരു ധാർമ്മിക പ്രശ്നം ഈ വിഷയത്തിലേക്ക് ഉന്നയിച്ച് കെ ടി ജലീലിൻ്റെ 20 ദിവസം മാത്രം ഇനി പ്രായമുള്ള കെ ടി ജലീലിൻ്റെ മന്ത്രിസ്ഥാനം രാജിവെക്കണമെന്ന ഉത്സുകത കാണിക്കുന്നതിലെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥിയുടെ സംശയമാണ് ഞാൻ താങ്കളുടെ മുമ്പിലേക്ക് വെച്ചത്. എനിക്കൊരു നിലപാടുമില്ല, ഞാൻ പറയുന്നു. അല്ല അജിംഷാദ്, ഒരു കാര്യം പറയാം. കെ ടി ജലീലിനോ പിണറായി വിജയനോ ഈ വിഷയത്തിൽ ഏതെങ്കിലും ധാർമ്മികതയുടെ വിഷയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള നിലപാട് അവർ ഈ കെ ടി ജലീലിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് അത് ഈ സ്വർണ്ണക്കടത്താണെങ്കിലും അത് അദ്ദേഹത്തിന്റെ ബന്ധുവിനെ ഈ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷൻ GM-ആയി നിയമിച്ചുൾപ്പെടെ അവർ ആദ്യം മുതൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുമില്ല. ഈ ഘട്ടത്തിലും ഞങ്ങൾ അവർക്കെതിരായി അല്ലെങ്കിൽ ധാർമ്മികതയുടെ പേരിൽ ഈ കെ ടി ജലീലിനെ മന്ത്രിസഭ പുറത്താക്കണമെന്നോ അതല്ലെങ്കിൽ കെ ടി ജലീൽ രാജിവെക്കണമെന്നോ ഈ ഘട്ടത്തിൽ പറയേണ്ട ആവശ്യം ഞങ്ങൾക്കില്ല. കാരണം അങ്ങനെ ധാർമ്മികതയുടെ ഒരു ചെറിയ കണികയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ കെ ടി ജലീൽ എത്രയോ മുമ്പ് കേരളത്തിലെ മന്ത്രിസഭയിൽ നിന്ന് രാജിവെച്ചുകൊണ്ട് അതല്ല ആ മന്ത്രിസഭയിൽ ശ്രീ PS-ലും എൻ്റെ ചോദ്യം അതല്ല. അങ്ങനെ കെ ടി ജലീലിനെ ഒരു വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി കോൺഗ്രസ് സമീപിക്കുന്നതിൻ്റെ കാരണം മുസ്ലിം ലീഗാണ്. അത് നമുക്കൊക്കെ അറിയാം. അതവിടെ നിൽക്കട്ടെ. അത് നിങ്ങൾക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. CPI-ന് അതിന് പ്രതിരോധിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതൊക്കെ അവരവരുടെ സ്വാതന്ത്ര്യമാണ്. ഞാൻ ചോദിക്കുന്നത് യുക്തിഭദ്രമായൊരു ചോദ്യമാണ്. ഹൈക്കോടതി ഇങ്ങനെ കണ്ടെത്തിയ കാരണങ്ങൾ, റിട്ട് പെറ്റീഷണർ ചിന്തിക്കുന്ന ആ ചിന്താഗതി അത്ര നിസ്സാരമായി ഈ റിട്ട് പെറ്റീഷണറുടെ വാദങ്ങൾ അത്ര നിസ്സാരമായി പ്രായോഗികവൽക്കരിക്കാൻ പറ്റുന്ന കാര്യമല്ല എന്ന് കോടതി പറയുക വഴി അത് പ്രതിപക്ഷ നേതാവിൻ്റെ ചിന്ത ശരിയല്ല എന്ന് പറയുന്നതായി വ്യാഖ്യാനിക്കാം. 1. 2, ഈ വിഷയത്തിൽ ഒരഴിമതിയുടെ കണിക പോലുമില്ലെന്ന് ലോകായുക്തയേക്കാൾ വലിയ അപ്പർ ബോഡിയായ അല്ലെങ്കിൽ അപ്പർ ജുഡീഷ്യൽ ഭാഗമായ ഹൈക്കോടതി കാണുമ്പോൾ എന്താണ് ഇതിലെ ധാർമ്മിക പ്രശ്നം, രാജിയിലേക്ക് പോകുന്ന ധാർമ്മിക പ്രശ്നം എന്ന് മനസ്സിലാകുന്നില്ല. അത് കോൺഗ്രസ് ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ. അല്ല അജിംഷാദ്, ഈ കേരള ഹൈക്കോടതിയിൽ വന്ന റിട്ട് പെറ്റീഷനിൽ അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഈ നിയമനം വരുന്നോ ഇല്ലയോ എന്നുള്ള ഒരു ചോദ്യത്തിനാണ് കേരള ഹൈക്കോടതി കേസിന്റെ മെറിറ്റിലേക്ക് പോവാതാണ് അന്ന് ഈ കേരള ഹൈക്കോടതി. അതെങ്ങനെയാണ് ഇപ്പോ ലോകായുക്ത ആരോപിക്കുന്ന ഈ സ്വജനപക്ഷപാതവും ആയി ബന്ധപ്പെട്ട കാര്യത്തിൽ എങ്ങനെയാണ് അതും അഴിമതി നിരോധനവുമായി വ്യതിരിക്തമാകുന്നത്? അതും അഴിമതിയല്ലേ അല്ല അങ്ങനെയാണെങ്കിൽ? അജിംഷാ, ഞാൻ പറയട്ടെ, ഈ അതാണ് അങ്ങ് ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്കാണ് ഞാൻ വരുന്നത്. സ്വജനപക്ഷപാതം അഴിമതി നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ ഇല്ലോ എന്നുള്ള ചോദ്യം കൃത്യമായി കേരള ഹൈക്കോടതി അന്ന് രമേശ് ചെന്നിത്തല നൽകിയ ഹർജിയിൽ അത് വളരെ ഡീറ്റെയിൽഡ് ആയി ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടോ ഇല്ലയോ എന്നുള്ള ചോദ്യത്തിന് എനിക്ക് PSLും ഇതിനകത്ത് അഴിമതി ഇല്ല എന്ന് പറയുന്നുണ്ട് അല്ലേ? ഇതിനകത്ത് അഴിമതിയില്ല, അഴിമതിയുടെ താല്പര്യവുമില്ല, അതിന്റെ ഗുണഭോക്താക്കൾ അഴിമതിയായിട്ടുള്ള ഒരു ഗുണഭോക്താക്കളായി കെ ടി ജലീൽ വരില്ല എന്നും താങ്കൾ അംഗീകരിക്കുന്നു അല്ലേ? എന്തെങ്കിലും പറയാൻ അനുവദിക്കണം. ഞാൻ പറയുന്നത് കേൾക്കും. അല്ല, ഞാൻ താങ്കൾ പറയുന്നത് ഉബൈദിന്റെ ജഡ്ജ്മെന്റ് പോയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അന്ന് തന്നെ നിയമവൃത്തങ്ങളിൽ സജീവ ചർച്ചയായിരുന്നു. ഇനി എന്റെ രണ്ടാമത്തെ സംശയം, ഇത് കെ ടി ജലീൽ ഇന്നലെ മുതൽ പറയുന്ന ഒരു കാര്യമാണ്, ഇപ്പൊ അജിംഷാദ് ആവർത്തിക്കുന്നത്. ഇത്
നിയമവിദഗ്ധനായ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സദാശിവവും കേരള ഹൈക്കോടതിയും തള്ളിയ കേസിലാണ് ലോകായുക്ത ഇങ്ങനെ ഒരു വിധി പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ജലീലിന്റെ ഒരു പ്രതിരോധം. അത് തന്നെയാണ് അജിം ഷാദിയോട് ആവർത്തിച്ചത്. എന്റെ ഒരു ചോദ്യം അത് വളരെ ലളിതമാണ്. ഈ ലോകായുക്തയുടെ പ്രൊസീഡിങ്സ് കുറെ കാലങ്ങളായി നിലനിൽക്കുകയാണ്. കെ ടി ജലീല് ഇതിലെ രണ്ടാമത്തെ റെസ്പോണ്ടന്റ് ആണ്. കെ ടി ജലീൽ കോൺഫിഡന്റ് ആയിരുന്നു. അതായത് സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കേരളത്തിന്റെ ഗവർണർ ആയിരുന്ന ജസ്റ്റിസ് സദാശിവം ഇത് ഫെയർ ആണെന്ന് തീരുമാനിച്ചു. കേരള ഹൈക്കോടതി കെ ടി ജലീലിന് ഈ വിഷയത്തിൽ ക്ലീൻ ചിറ്റ് കൊടുത്തിരുന്നു എന്നുള്ള ഉത്തമമായി ബോധ്യമുണ്ടെങ്കിൽ സാധാരണ എല്ലാവരും സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. എന്തിനാ ലോകായുക്തയിൽ ഇങ്ങനെ കെ ടി ജലീലിനെ പോലെയുള്ള കേരളത്തിന്റെ ഒരു മന്ത്രിയുടെ വിലപ്പെട്ട സമയം ലോകായുക്തയുടെ നടപടിക്രമങ്ങൾ വളരെ കൃത്യമായി കേരള ഹൈക്കോടതിയിൽ വീണ്ടും ഒരു പെറ്റീഷൻ കൊടുത്തിരുന്നെങ്കിൽ ഈ കേസ് ലോകായുക്തയിൽ ഈ കേസ് ഇതിന്റെ മുഴുവൻ ആസ്പെക്റ്റും ഇവിടെ ഡിസ്കസ് ചെയ്യപ്പെട്ടതാണെന്ന്, അതുകൊണ്ട് ഈ കേസ് നിലനിൽക്കുന്നത് സമയനഷ്ടം ഉണ്ടാക്കും എന്നുള്ള ഒരു ലളിതമായ കാര്യം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്തുകൊണ്ട് കേരള ഹൈക്കോടതിയിൽ പോയില്ല? ഈ കേരള ഹൈക്കോടതി അന്നും ഇന്നും ഉണ്ടല്ലോ, അവിടെ പോയി കൃത്യമായി നിയമപരമായ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടുള്ള ചോദ്യമാണ്. എൻ്റെ ചോദ്യം അതല്ല, ഇതിലെ രാഷ്ട്രീയമാണ്. കോൺഗ്രസ് ഇപ്പോൾ രാജി ആവശ്യപ്പെടുന്നതിലെ യുക്തി എന്താണ്? ഒന്ന്. രണ്ട്, ഈ ലോകായുക്തയ്ക്ക് അപ്പുറത്തേക്ക് ഉള്ള ഒരു ബോഡി കണ്ടെത്തിയ അല്ലെങ്കിൽ ഒരു അതോറിറ്റി കണ്ടെത്തിയ കാര്യത്തെ സംബന്ധിച്ച് ഇപ്പോൾ മൗനം പാലിക്കുന്നത് എന്തിനാണ്? മൂന്ന്, ഇതിനകത്ത് അഴിമതിയില്ല, അഴിമതിയുടെ ഗുണഭോക്താവല്ല കെ ടി ജലീൽ എന്ന് ഹൈക്കോടതിയുടെ വിധിയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾ കരുതുന്നുണ്ടോ? വളരെ കൃത്യമാണ്. ഹൈക്കോടതി, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കേരള ഹൈക്കോടതി ഈ അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട ഒരു വിലയിരുത്തലാണ് നടത്തിയത്. അതിൽ ഇത്തരം ഒരു നിയമം അതൊരു ഒരു അഡ്മിനിസ്ട്രേറ്റീവ് മാറ്റർ ആണ്, അതിൽ അഴിമതിയില്ല എന്ന് പറഞ്ഞ ആ വിധിന്യായത്തെ കുറിച്ചുള്ള സംശയങ്ങൾ അന്നും ഉബൈദിന്റെ ജഡ്ജ്മെന്റ് ആണ് അന്ന് നിയമവൃത്തങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അപ്പോ പി ഉബൈദിന്റെ ജഡ്ജ്മെന്റിൽ താങ്കൾക്ക് സംശയം പറയുന്നു, ലോകായുക്തയുടെ ഈ വിധിയിൽ താങ്കൾക്കൊരു സംശയവുമില്ല. അതൊരു സെലക്റ്റീവായ സംശയമാണല്ലോ ശ്രീ പി എസ്. സെലക്റ്റീവായിട്ടല്ല, ലോകായുക്ത ഡിസ്കസ് ചെയ്തത്, ലോകായുക്ത എക്സാമിൻ ചെയ്തത് ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട കൃത്യമായ ആസ്പെക്ട് ഈ ആ ജഡ്ജ്മെന്റ് അജിം ഷാദിന്റെ കയ്യിലുണ്ടല്ലോ, കൃത്യമായി ഇത് ഈ ഇഴകീറി പരിശോധിച്ചുണ്ടാക്കിയ വൺ ഓഫ് ദി ബെസ്റ്റ് ജഡ്ജ്മെന്റ് ഓഫ് ദി ലോകായുക്ത എന്നാണ് ഇതേക്കുറിച്ച് നിയമവൃത്തങ്ങൾ പറയുന്നത്. വളരെ കൃത്യമായി ഇതിന്റെ എല്ലാ ഒരു മന്ത്രിയുടെ ഇടപെടൽ, ആ ഇടപെടൽ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. ശരി ശരി പി എസ് എൽ, ഞാൻ തിരിച്ചെത്താം. ക്വാളിഫിക്കേഷൻ മാറ്റുന്നത് അങ്ങനെ ബിടെക് PDGP എന്ന ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിന്റെ ബന്ധുവിനുള്ള ആ ക്വാളിഫിക്കേഷൻ നമുക്കറിയാം. ധാർമ്മികതയെ കുറിച്ച് അജിം ഷാദ് പറഞ്ഞു. ഈ ന്യൂനപക്ഷ ധനകാര്യ വികസന കോർപ്പറേഷന്റെ ജനറൽ മാനേജർ തസ്തികയ്ക്ക് ഇങ്ങനെ ഒരു ബിടെക് പ്ലസ് PDGP എന്നുള്ള ഒരു കൃത്യമായ ക്വാളിഫിക്കേഷൻ പ്രിസ്ക്രൈബ് ചെയ്ത് കൊടുത്തത് യഥാർത്ഥത്തിൽ ഇതൊരു ഡെപ്യൂട്ടേഷൻ നിയമനമാണ്, അല്ല സാധാരണഗതിയിലുള്ള ഒരു നിയമനമല്ല. അതായത് ഡെപ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു വർക്കിംഗ് അറേഞ്ച്മെന്റ് ആണ്, അതിന്റെ ഭാഗമായിട്ടാണ്. അവിടെ അദീബിന് കിട്ടിയതിനേക്കാൾ കുറവ് ശമ്പളമാണ് ഇവിടെ ഉള്ളത്. ഇവിടെ അഴിമതിയുടെ ഒരു ഗുണഭോക്താക്കളുമില്ല, ഇതൊക്കെ വ്യക്തമാണ്. ഈ വിഷയത്തിൽ അഴിമതി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കോൺഗ്രസിനും ഇല്ല എന്നാണ് അതിന്റെ അഭിപ്രായവും ഉത്തരവും. അത് താങ്കൾ തന്നെ ഇപ്പോൾ ആവർത്തിക്കുകയും ചെയ്തു. ശ്രീ പി എസ് എൽ, ഞാൻ തിരിച്ചെത്താം. ശ്രീ പി ചിത്തരഞ്ജൻ, അതായത് നിയമങ്ങളുടെ സാങ്കേതികതയ്ക്കപ്പുറത്തേക്ക് എന്തെങ്കിലും ഒരു വിഷയം ഇതിലുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കോൺഗ്രസും പ്രതിപക്ഷവും ഉന്നയിക്കുന്നത് ഇതിലെ ധാർമ്മികതയാണ്. ലീഗൽ ഫൈറ്റിലേക്കാണ്, നിയമപരമായ യുദ്ധത്തിലേക്കാണ് കെ ടി ജലീൽ പോകാൻ പോകുന്നത് എന്ന സൂചനയാണ് അദ്ദേഹത്തിൻ്റെ അവസാനത്തെ ഫേസ്ബുക്ക് പോസ്റ്റും നൽകുന്നത്. നിയമവിദഗ്ധരുമായി ഇതിൻ്റെ ജഡ്ജ്മെൻ്റ് കോപ്പി കിട്ടിയതിന് ശേഷം നിയമവിദഗ്ധരുമായി ആലോചിച്ച് മുമ്പോട്ട് പോകുമെന്ന അഭിപ്രായവും നിലപാടുമാണ് കെ ടി ജലീലിൻ്റെതും ആയി പുറത്തെത്തുന്നത്. സ്വാഭാവികമായും അതുകൊണ്ട്
നിങ്ങളുടെ പാർട്ടിയും അല്ലെങ്കിൽ നിങ്ങളുടെ സംവിധാനവും ഒക്കെ ആ അർത്ഥത്തിൽ അതിനെ കാണുന്നു. ശരിയാണ്. കാരണം പിൻബലമായി ഹൈക്കോടതിയുടെയും ഗവർണറുടെയും കാര്യം ഒക്കെ നാം പറയുന്നുണ്ട്. പക്ഷേ ഇതിലൊരു ധാർമ്മിക പ്രശ്നമില്ലേ എന്ന പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് യുക്തിയില്ലേ? 20 ദിവസമല്ല, ഒരു ദിവസമായാലും. ഈ വിഷയത്തിൽ ലോകായുക്തയുടെ വിധി വന്നിട്ടേ ഉള്ളൂ. തിടുക്കം വെച്ച് ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല. വിധിന്യായം കൃത്യമായി പഠിക്കണം, അതിന് സമയം വേണം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് ഇത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ ചുമതലപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നത്തെ പ്രത്യേക സാഹചര്യം അറിയാമല്ലോ. ഇപ്പോൾ അദ്ദേഹം തന്നെ സുഖമില്ലാതെ ചികിത്സയിലാണ്. ഞങ്ങൾ ഈ ലോകായുക്തയുടെ വിധിയെ തള്ളിക്കളയാനും ആഗ്രഹിക്കുന്നില്ല, അതിനെ പൂർണ്ണമായി ഉൾക്കൊള്ളുവാനും തയ്യാറാക്കുന്നില്ല. എന്നാൽ നിയമപരമായി ഇതിലെ കാര്യങ്ങളെക്കുറിച്ച് പഠിച്ച് ശരിയായ തീരുമാനം കൈക്കൊള്ളും. ഇവിടെ KT ജലീലിനെ എന്ന് പറഞ്ഞാൽ കുറേ കാലമായി UDF വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം ഇവിടെ അജിംസ് തന്നെ പറഞ്ഞു. മുസ്ലിം ലീഗിൻ്റെ കോട്ടയിൽ നിന്നുമെല്ലാം ഒരാൾ പുറത്ത് വന്ന് ഈ നിലയിലേക്ക് എത്തുകയെന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ കഴിയുന്നതല്ല. കുഞ്ഞാലിക്കുട്ടിയെ തോൽപ്പിച്ച ദിവസം തുടങ്ങിയ പകയാണ്. അത് വെച്ചുകൊണ്ട് എന്തെല്ലാം അദ്ദേഹത്തിൻ്റെ പേരിൽ പറഞ്ഞിരുന്നു എന്നുള്ളത് അറിയാമല്ലോ. ഖുറാൻ്റെ പേരിൽ, ഈന്തപ്പഴത്തിൻ്റെ പേരിൽ ഈ നാട്ടിൽ എന്തെല്ലാം സമരങ്ങളാണ് അവർ ജലീലിന് വേണ്ടി ഇതിനെതിരായി നടത്തിയത്. അവസാനം ഏതെങ്കിലും ഒരു കേസിൽ ജലീൽ പ്രതിയാണോ? എന്തായിരുന്നു ഈ നാട്ടിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത്? കൊച്ചു പെരുന്നാളിന് ഖുറാൻ വന്നത് കോൺസുലേറ്റ് മുഖാന്തരം വന്നതിനെ അതിനെ കള്ളക്കടത്തായി വ്യാഖ്യാനിച്ചുകൊണ്ട് വഴി തെളിയല്ലേ യൂത്ത് കോൺഗ്രസും UDF-ഉം ലീഗും യൂത്ത് ലീഗും എല്ലാം കൂടെ സമരം നടത്തിയത്. ഏതെല്ലാം നിലയിലാണ് അദ്ദേഹത്തെ വ്യക്തിഗത നടത്താൻ ശ്രമിച്ചത്? അദ്ദേഹത്തിൻ്റെ വീടിന് മുമ്പിൽ എന്തെല്ലാം തരത്തിലുള്ള സമരങ്ങൾ നടത്തി. പക്ഷേ ഇതൊന്നും സമൂഹം അംഗീകരിച്ചില്ലല്ലോ. നിയമപരമായി കോടതിയിലൊരു കേസ് പോലും അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോഴും ഇല്ല. ഇവിടെ ഈ വിഷയത്തിൻ്റെ മെരിറ്റിലേക്കൊന്നും കിടക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ലോകായുക്ത എന്ന ഒരു ഭരണ സ്ഥാപനം നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ അത് പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഞങ്ങളതിനെ ചെറുതായി കാണുന്നില്ല. അതുകൊണ്ട് ആ വിധി എന്ന് പറയുന്നതിനകത്തൊരു പ്രസക്തിയില്ല എന്നും ഞങ്ങൾ പറയുന്നില്ല. അപ്പോൾ തീർച്ചയായിട്ടും നിയമപരമായ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിച്ച് പഠിച്ച് ആവശ്യമായ തീരുമാനം കൈക്കൊള്ളുവാനകത്തൊന്നും യാതൊരു തർക്കവുമില്ല. പക്ഷെ കോൺഗ്രസ് ഇത് പറയുന്നതിനകത്ത് എന്തെങ്കിലും, UDF ഇത് പറയുന്നതിനകത്ത് എന്തെങ്കിലും അവർക്കെന്താ ധാർമ്മികതയുള്ളത്? എത്ര മന്ത്രിമാർക്കും മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിക്കെല്ലാം എതിരായി എത്ര കേസുകളാണ് ലോകായുക്തയിലുണ്ടായിരുന്നത്? ബാർ കേസുമായി ബന്ധപ്പെട്ട് ബാബുവിനെല്ലാം എതിരായി ലോകായുക്ത നടത്തിയിട്ടുള്ള പരാമർശങ്ങൾ എന്തായിരുന്നു? ആരാ രാജിവെച്ചത്? ഇവരാരും രാജിവെച്ചില്ലല്ലോ. അത് പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുകയല്ല. അത് വിരട്ടാൻ വേണ്ടി കൊണ്ടു കിടന്നതാണ്. രാജി കൊടുത്തില്ലല്ലോ. ഇവിടെ നമ്മൾ കേരളത്തിലെ ജനങ്ങൾ ഇതെല്ലാം കണ്ടിട്ടുള്ളതല്ലേ. അവരിങ്ങനെ രാജിയെ എന്ന് പറഞ്ഞ് നടക്കുക, അനാവശ്യമായി പലതരത്തിലുള്ള പ്രചരണം സംഘടിപ്പിക്കുക. ഇവിടെ ലോകായുക്ത അതിൻ്റെ വിധി വന്നിട്ടുണ്ട്. ആ വിധിയെ സംബന്ധിച്ചിടത്തോളം നിയമപരമായ വശങ്ങളിലേക്ക് കടക്കുന്നുവെന്ന് ബന്ധപ്പെട്ട കക്ഷിയായിട്ടുള്ള ജലീൽ പറഞ്ഞിട്ടുണ്ട്. ഇത് സംബന്ധമായ നിയമപരമായ കാര്യങ്ങൾ പരിശോധിക്കാനുള്ള ബാധ്യത മുഖ്യമന്ത്രിക്കുണ്ട്. അദ്ദേഹം ആ ചുമതല നിർവഹിക്കും. അതിലെല്ലാം വളരെ വ്യക്തമായി നടപടിക്രമങ്ങൾ പുരോഗമിക്കും. പക്ഷെ അങ്ങനെ പുരോഗമിക്കുന്ന വേളയിൽ ചെയ്യേണ്ട ഏറ്റവും അനിവാര്യമായ ബേസിക്കായ നടപടിയാണ് രാജി. ഇതാണ് പ്രതിപക്ഷം മുമ്പോട്ട് വെക്കുന്നത്. അതിൻ്റെ ആവശ്യം എന്ത് ഇതിനകത്ത്? കാരണം എന്താ, ഇതിനകത്ത് ഞാൻ പറഞ്ഞില്ല, ഈ കോടതി വിധിയെ സംബന്ധിച്ചുകൊണ്ട് അതിനെ ഞങ്ങൾ ചെറുതായി കാണുന്നില്ല. എന്നാൽ അതിന് അമിതമായ പ്രാധാന്യം കൊടുക്കാൻ തയ്യാറാകുന്നില്ല. എന്തുകൊണ്ട്? കേരളത്തിലെ ഹൈക്കോടതി കണ്ടിട്ടുള്ള കേസ്, അതിന് വിധിനായി ഇവിടെ വായിച്ചു, ഞാനത് ആവർത്തിക്കുന്നില്ല. എന്ന് മാത്രമല്ല, നമ്മുടെ ഗവർണറായിരുന്ന വ്യക്തി ചീഫ് ജസ്റ്റിസ് അല്ലായിരുന്നോ? ആ പദവിയിലുണ്ടായിരുന്ന വ്യക്തിയല്ലേ. അപ്പോൾ അവർ രണ്ടുപേരും ആ രണ്ട് സ്ഥാപനങ്ങളും ഗവർണർ എന്നുള്ള ഉന്നതനായിട്ടുള്ള
പിന്നെ വ്യക്തിയും അതോടൊപ്പം തന്നെ ഹൈക്കോടതിയും ഇതേ സംബന്ധിച്ച് ഇതേ പ്രശ്നമാണ്, വേറെ കേസല്ല. ഈ ന്യൂനപക്ഷ കമ്മീഷന്റെ ഡെപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ്, നിയമനമല്ല, ഡെപ്യൂട്ടേഷനാണ്. ആ ഡെപ്യൂട്ടേഷനുമായി ബന്ധപ്പെട്ട പ്രശ്നം അത് ഉയർത്തിക്കൊണ്ട് യൂത്ത് ലീഗിൻ്റെ നേതാവ് ഫിറോസാണല്ലോ കൊണ്ടുവന്നത്. ഇതെല്ലാം നമ്മൾ ചർച്ച ചെയ്യപ്പെട്ടത്, എത്രയോ ചർച്ചകൾ നടത്തിയിട്ടുള്ള പ്രശ്നമാണ്. അവസാനം അതിനകത്തൊന്നും യാതൊരു ക്രമക്കേടുമില്ല, ഒരു അഴിമതിയും നടന്നിട്ടില്ല എന്ന് ബന്ധപ്പെട്ട ഭരണഘടനാ സ്ഥാപനങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇപ്പോൾ മറ്റൊരു സ്ഥാപനം വേറെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. അതിനെ നമ്മൾ വിമർശിക്കുന്നില്ല. ആ ലോകായുക്തയുടെ വിധിയെ വിമർശിക്കാനൊന്നും തയ്യാറാകുന്നില്ല. അതിനുള്ള നിയമപരമായ ഉത്തരവാദിത്വം അതിലെ ചുമതലക്കാരായിട്ടുള്ള ജഡ്ജിമാർക്കുണ്ട്. ലോകായുക്തയും ഉപലോകായുക്തയും പറഞ്ഞിരിക്കുന്നതിനെ ഒന്നും വിമർശിക്കുന്നില്ല. അതിനെ എങ്ങനെ നേരിടണമെന്ന് നിയമപരമായി അതിനുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി ആലോചിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. പക്ഷേ ഈ തെടുക്കപ്പെട്ട് രാജിയെ എന്ന് ആവശ്യപ്പെടുന്നതിൻ്റെ പിന്നിൽ ആ അന്ധമായിട്ടുള്ള രാഷ്ട്രീയ വിരോധം, ജലീലിനോടുള്ള രാഷ്ട്രീയ വിരോധം, കേരളത്തിലെ മുഖ്യമന്ത്രിയെ എങ്ങനെയും ആക്ഷേപിക്കുക എന്നുള്ള ഒരു കഴിഞ്ഞ കുറേ നാളുകളായി നടത്തി വരുന്നതിൻ്റെ പരമ്പര. അതിൻ്റെ ഭാഗമായിട്ട് BJPയുടെയും കോൺഗ്രസിലെ നേതാക്കന്മാർ പറയുന്നത് ജലീലിനെ സംരക്ഷിക്കുന്നത് മുഖ്യമന്ത്രിക്ക് എന്തോ പ്രത്യേക താല്പര്യം ഉണ്ടായിട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അവർ വെറുതെ പറയുന്നുണ്ട്. അത് പറഞ്ഞോട്ടെ, കേരളത്തിലെ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചെല്ലാം പൊതുസമൂഹത്തിന് അറിയാം. ഇപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് നിയമപരമായി കാര്യങ്ങൾ പരിശോധിച്ച് ആവശ്യമായ നടപടികളിലേക്ക് പോകും, ആവശ്യമായ തീരുമാനം കൈക്കൊള്ളും. അതിനപ്പുറത്തേക്ക് തിടുക്കപ്പെട്ട് ഒരു കാര്യം ചെയ്യേണ്ട ഒരവസ്ഥ ഇവിടെയില്ല. തീർച്ചയായും. ശ്രീ റെജി ലൂക്കോസ്, അതായത് ഹൈക്കോടതി ഒരു വിധി പുറപ്പെടുവിക്കുകയാണ്. അതിലെ പരാമർശങ്ങൾ ഞാൻ നേരത്തെ വായിച്ചു. അത് റിട്ട് പെറ്റീഷനറുടെ ചിന്ത തന്നെ ശരിയല്ല എന്ന് ബോധ്യമാകുന്ന ചില കാര്യങ്ങളാണ്. പിന്നീട് ഇതിനകത്ത് അഴിമതിയുടെ ഒരു വശവുമില്ല എന്നും ഈ കോടതി കാണും. പക്ഷേ ലോകായുക്തയിലേക്ക് എത്തുമ്പോൾ അത് മാറിമറിയുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വിധികളിൽ വൈരുദ്ധ്യം നിലനിൽക്കുന്ന ഈ വിധികളിൽ രണ്ട് പ്രധാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി അവിടെ നിൽക്കുന്നു, അതിനേക്കാൾ താഴെയുള്ള ലോകായുക്ത എന്ന ഒരു ജുഡീഷ്യൽ ബോഡിയുടെ വിധി പുറത്തെത്തുന്നു. ഇതിലെ വൈരുദ്ധ്യം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ധാർമ്മിക പ്രശ്നവും രാജിയും ആവശ്യമുണ്ടോ എന്നതാണ് രാഷ്ട്രീയ കേരളത്തിൽ ഉയരുന്ന ചോദ്യം. അജിംഷാദ്, മേൽക്കോടതി വിധിക്കെതിരെ ഒരു കീഴ്ക്കോടതി വിധി പ്രസ്താവിച്ച ഒരു വൈരുദ്ധ്യമാണ് ഈ സംഭവത്തിനകത്തുള്ളത്. ഒരല്പസമയം എനിക്കൊരു പ്രധാനപ്പെട്ട ഒരു ഡോക്യുമെൻ്റ് ഇവിടെ അവതരിപ്പിക്കാനുണ്ട്. അതായത് ഹൈക്കോടതിയിൽ PK ഫിറോസ് ഈ കേസ് ഹൈക്കോടതിയിൽ ഹർജിയായി കൊടുത്തപ്പോൾ 2 സിറ്റിങ്ങിൽ ബഹുമാനപ്പെട്ട അന്നത്തെ ഹൈക്കോടതി പരാമർശിച്ചു, രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരം കേസുമായിട്ട് കോടതിയിൽ വരുന്നത്, അങ്ങനെ ഇനി ആവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ശക്തമായ നടപടി കോടതിക്ക് സ്വീകരിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. 2ാമത്തെ സിറ്റിങ്ങിലും 3ാമത്തെ സിറ്റിങ്ങിലാണെന്ന് തോന്നുന്നു കോടതി ആവർത്തിച്ച് ആവശ്യപ്പെട്ടു ഇതിനെതിരെയുള്ള രേഖകൾ ഹാജരാക്കാൻ. ഈ PK ഫിറോസിന് ഒരു രേഖ ഹാജരാക്കാൻ പറ്റിയില്ല. ഒടുവിൽ അദ്ദേഹം കേസ് വിഡ്രോ ചെയ്തിട്ട് പോയത്. അന്ന് കോടതിയുടെ വിധി എന്തായിരുന്നു? കോടതി പറഞ്ഞു ഇതിനകത്ത് സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ബന്ധു നിയമനവുമായിട്ട് ബന്ധപ്പെട്ട യാതൊരു അഴിമതിയില്ല, ഈ കേസിൽ അങ്ങനെ ഒരു വിഷയം പോലുണ്ടെന്ന് പറഞ്ഞ് കോടതി ഇത് എഴുതി തള്ളി. എന്നാൽ ഇവിടെ സംഭവിച്ചിരിക്കുന്ന വസ്തുത എന്താണ്? ഇവിടെ ലോകായുക്തയിലേക്കോ അല്ലെങ്കിൽ അപ്പർ കോടതിയിലേക്കോ PK ഫിറോസ് കേസുമായിട്ട് പോയിട്ടേ ഇല്ല. അതിനെക്കുറിച്ചൊരു ചലനങ്ങൾ പോലും ആ വ്യക്തി നടത്തിയിട്ടില്ല. മറ്റൊരു യൂത്ത് ലീഗ് പ്രവർത്തകനാണ് ലോകായുക്തയിൽ ഈ കേസുമായിട്ട് പോയത്. ലോകായുക്തയുടെ ഇന്നലത്തെ വിധി എന്ന് പറയുന്നത് ഒരു പരിധിവരെ അതിന് നിയമസാധ്യതയുണ്ടോ എന്നുള്ള സംശയമുണ്ട്. ഇതിനകത്തൊരു ദുരൂഹതയുണ്ട്. അതായത് 2015 ബഹുമാനപ്പെട്ട അന്നത്തെ പ്രതിപക്ഷ നേതാവ് അച്യുതൻ അനന്തൻ ഒരു ആരോപണം ഉന്നയിച്ചു. 156 കേസുകൾ അന്നത്തെ മന്ത്രിമാർക്കെതിരെ ലോകായുക്തയിലുണ്ടെന്ന് പറഞ്ഞു. എന്നാൽ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട രമേശ് ചെന്നിത്തല അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, ഇല്ല, ഒറ്റ കേസ് പോലും ഇല്ല ലോകായുക്തയിൽ ഇവിടുത്തെ മന്ത്രിമാർക്കെതിരെ എന്ന് പറഞ്ഞു. എന്നാൽ കേരളത്തിലെ മറ്റൊരു ദൃശ്യമാധ്യമം വിവരാവകാശത്തിലൂടെ നേടിയ രേഖയിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു 96 കേസുകൾ അന്നത്തെ മന്ത്രിമാർക്കെതിരെ ലോകായുക്തയിലുണ്ട്. അത് തന്നെയുമല്ല, അതിനകത്ത് അവർ വളരെ സ്പെസിഫൈ ചെയ്ത് പറയുന്നുണ്ട്. എൻ്റെ കയ്യിലുണ്ട്, അതിന്റെ പൂർണ്ണ ചിത്രമുണ്ട് എൻ്റെ കയ്യിൽ. 19 മന്ത്രിമാർ, 31 കേസുകൾ ഉമ്മൻചാണ്ടിക്കെതിരെ. അല്ല, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അത് പാറ്റൂർ കേസ്. അതിൽ കൃത്യമായിട്ടും പറയുന്നു, അതായത് മുഴുവനും ആ വിഷ്വൽ മുഴുവൻ എൻ്റെ അടുത്തുണ്ട്. അതിൽ കൃത്യമായിട്ട് പറയുന്നു
ഞങ്ങൾക്ക്, അതായത് ലോകായുക്തയ്ക്ക് മന്ത്രിമാരെ ശിക്ഷിക്കാനോ അവർക്കെതിരെ വിധി പ്രസ്താവിക്കാനോ ഉള്ള അധികാരവും അവകാശവും ഇല്ലെന്ന് ഇതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ വിഷ്വലിനകത്തുണ്ട്, എൻ്റെ അതിൻ്റെ വിഷ്വൽസ് മുഴുവനുണ്ട്, ആ ഡോക്യുമെന്റ്സ് ഉണ്ട്. അപ്പോൾ പിന്നെ എങ്ങനെയാണ് അന്ന് 2016-ൽ 2015-ൽ ഇല്ലാത്തൊരു അധികാരം, അതിനുശേഷം ഒരു ലോകായുക്തയുടെ അധികാരവും കേന്ദ്ര സർക്കാരോ പാർലമെന്റോ മാറ്റിക്കുറിച്ചതായിട്ട് നമ്മുടെ മുമ്പിൽ രേഖകളില്ല. ഞാനതെല്ലാം അന്വേഷിച്ചൊരാളാ. എങ്ങനെയാണ് ഈ ഇത്തരം ഒരു വിധി പ്രസ്താവിക്കാനായിട്ട് ഈ ലോകായുക്തയ്ക്ക് ഉണ്ടായ അധികാരം എന്താണ്? അവർ തന്നെ കൊടുത്തിരിക്കുന്ന രേഖയാണ്. അത് മാത്രമല്ല, അബ്ദുൾ റബ്ബിനെതിരെ 2014 രജിസ്റ്റർ ചെയ്ത കേസ് അവിടെ ഉണ്ട്. അതിന്റെ വിധി തീർപ്പാക്കും മുമ്പാണ് 2017 കേസിന്റെ ഈ വിധി തീർപ്പാക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. അല്ല അജിംഷാദ്, ഏറ്റവും പ്രത്യേകത തങ്ങൾക്ക് മന്ത്രിമാർക്കെതിരെ വിധി പുറപ്പെടുവിക്കാനുള്ള അധികാരവും അവകാശവും ഇല്ല, ശിക്ഷിക്കാൻ അവകാശമില്ല എന്ന് പറഞ്ഞ വിവരാവകാശ രേഖയിലൂടെ പരസ്യമായിട്ട് പറഞ്ഞ ലോകായുക്തയ്ക്ക് എങ്ങനെയാണ് KT ജലീലിനെതിരെ ഹൈക്കോടതി എഴുതിയിട്ടുള്ളൊരു കേസിൽ ഇതുപോലത്തെ ഒരു വിധി പ്രസ്താവത്തിന് വരാനുള്ള അവകാശം എന്താണ്, അധികാരം എന്താണ്? തന്നെയുമല്ല, അതിർരേഖകൾ ലംഘിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി ഈ KT ജലീലിനെതിരെ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. അങ്ങനെ ആവശ്യപ്പെടാനുള്ള എന്ത് അധികാരമാണ് ഈ ലോകായുക്തയ്ക്കുള്ളത്? അതിൽ നിന്ന് ഒരു കാര്യം ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് വ്യക്തമായില്ലേ? ലോകായുക്തയുടെ വിധി തന്നെ ദുരൂഹമാണ്, വളരെയധികം ദുരൂഹമാണ്. ഇനിയിപ്പോൾ അടുത്ത 2-ാം തീയതി വോട്ടെണ്ണി കഴിയുമ്പോൾ LDF തിരിച്ചു വരുമെന്നും KT ജലീൽ എന്ന് പറയുന്ന MLAക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം ഉണ്ടെങ്കിൽ അത് വിലക്ക് ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും നടന്നൊരു ഗൂഢാലോചന, ഞാൻ ലോകായുക്തയുടെ ഗൂഢാലോചനയായിട്ടൊന്നും ആരോപിക്കുന്നില്ല, ആ സ്ഥാപനത്തോടുള്ള ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് പറയട്ടെ, എന്തൊക്കെയോ പിന്നാമ്പുറത്തുണ്ടെന്നുള്ള ഒരു സംശയമില്ല. തന്നെയുമല്ല, നേരത്തെ ബഹുമാനപ്പെട്ട ചിത്രരഞ്ജൻ സഖാവ്, ഞാൻ അദ്ദേഹത്തിന് വിജയാശംസകൾ നേർന്നുകൊണ്ട് തന്നെ തുടരട്ടെ, അദ്ദേഹം പറഞ്ഞൊരു പ്രസക്തമായ കാര്യമുണ്ട്. KT ജലീൽ എന്ന് പറയുന്ന കേരളം കണ്ടിട്ടുള്ള ഏറ്റവും പ്രഗത്ഭനായ വിദ്യാഭ്യാസ മന്ത്രിമാരിൽ ഒരാളായ, കേരളത്തിനെ ഭാവി വിദ്യാഭ്യാസ ഹബ്ബായി മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഏതാണ്ട് 90% പൂർത്തീകരിച്ച അദ്ദേഹത്തിനെതിരെ PK കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തുന്ന നാൾ മുതൽ ഈ ലീഗ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൂത്ത് ലീഗും മുസ്ലിം ലീഗും എടുക്കുന്ന കർശനമായിട്ടുള്ള ശത്രുതാപരമായിട്ടുള്ള സമീപനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇതിനകത്ത് എന്താ ധാർമ്മികതയുള്ള ജിംഷാദെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാറ്റൂർ ഫ്ലാറ്റ് സർക്കാർ ഭൂമിയിൽ കെട്ടിപ്പൊക്കിയ പാറ്റൂർ ഫ്ലാറ്റിനെ കുറിച്ച് ലോകായുക്തയിൽ പരാതി വന്നപ്പോൾ ഇതേ ലോകായുക്ത ശക്തമായ രീതിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയും പ്രതികരിച്ചു. ഏതെങ്കിലും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ രാജിവെച്ചോ? ഇല്ലല്ലോ. ഇവിടെ അത് അന്ന് ഒരു പ്രത്യേകതയോടുകൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അതിനു മുമ്പ് ഈ പാറ്റൂർ കേസിൽ ഒരു കോടതി പോലും പരാമർശം നടത്തുന്നതിന് മുമ്പാണ് ലോകായുക്ത പരാമർശിച്ചത് ശക്തമായ രീതിയിൽ. ആരും രാജിവെച്ചില്ല. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ ഹൈക്കോടതി എടുക്കുന്ന കർശനമായിട്ടുള്ള ശത്രുതാപരമായിട്ടുള്ള സമീപനത്തിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ്. ഇതിനകത്ത് എന്താ ധാർമ്മികതയുള്ള ജിംഷാദെ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാറ്റൂർ ഫ്ലാറ്റ് സർക്കാർ ഭൂമിയിൽ കെട്ടിപ്പൊക്കിയ പാറ്റൂർ ഫ്ലാറ്റിനെ കുറിച്ച് ലോകായുക്തയിൽ പരാതി വന്നപ്പോൾ ഇതേ ലോകായുക്ത ശക്തമായ രീതിയിൽ ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെയും പ്രതികരിച്ചു. ഏതെങ്കിലും ഒരു മന്ത്രിയോ മുഖ്യമന്ത്രിയോ രാജിവെച്ചോ? ഇല്ലല്ലോ. ഇവിടെ അത് അന്ന് ഒരു പ്രത്യേകതയോടുകൂടി പ്രേക്ഷകർ ശ്രദ്ധിക്കണം. അതിനു മുമ്പ് ഈ പാറ്റൂർ കേസിൽ ഒരു കോടതി പോലും പരാമർശം നടത്തുന്നതിന് മുമ്പാണ് ലോകായുക്ത പരാമർശിച്ചത് ശക്തമായ രീതിയിൽ. ആരും രാജിവെച്ചില്ല. എന്നാൽ ഇവിടെ എന്താണ്? ഇവിടെ ഹൈക്കോടതി പബ്ലിക്കായിട്ട് ഇദ്ദേഹത്തിന്റെ എതിരെയുള്ള ആരോപണങ്ങളിൽ തെളിവില്ലാത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ നടപടിയെടുക്കാൻ പറ്റത്തില്ലെന്നും അദ്ദേഹം സ്വതന്ത്രപക്ഷപാതം കാണിച്ചിട്ടില്ല എന്നും വിധി കൽപ്പിച്ച് തീർപ്പ് കൽപ്പിച്ച മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സദാശിവം കേരളത്തിന്റെ ഗവർണർ ആയപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പ്രോസിക്യൂഷന് വേണ്ടിയിട്ട് അപേക്ഷിച്ചപ്പോൾ ആ കേസ് തള്ളിക്കൊണ്ട് അന്ന് ഗവർണർ പറഞ്ഞ ഒരു വാക്കുണ്ട്, ഞാൻ സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് ആയിട്ടാണ് ഇപ്പോൾ വിരമിച്ചിട്ട് ഈ കസേരയിലിരിക്കുന്നത്. എൻ്റെ മുമ്പിൽ ഇത്രയ്ക്കും അബദ്ധജടിലമായിട്ടുള്ള പരാതിയുമായിട്ട് വരരുത്, ഇനി ഇത് ആവർത്തിക്കരുതെന്ന് താക്കീത് കൊടുത്ത ഗവർണർ. അങ്ങനെ രണ്ട് പ്രഗത്ഭരായിട്ടുള്ള ഒന്നൊരു നിയമജ്ഞൻ മറ്റൊരു കോടതി വിധിച്ചതിലോടത്തിന്റെ മുകളിൽ കയറി അർത്ഥ ജുഡീഷ്യറിയായ പൂർണ്ണ ജുഡീഷ്യറിയുടെ അധികാരം ഈ ലോകായുക്തയ്ക്കില്ല. അർത്ഥ ജുഡീഷ്യറിക്ക് ഈ രീതിയിൽ കേരളത്തിലെ ഒരു മന്ത്രിക്കെതിരെ ഒരു വിധി പ്രസ്താവിക്കാനുള്ള അധികാരമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ അതിന്റെ ധാർമ്മികത ശ്രീ PS സലീം പറയുന്നത്, അതായത് ഈ P ഉബൈദിന്റെ വെർഡിക്റ്റ്, ഹൈക്കോടതിയുടെ വെർഡിക്റ്റുമായി ബന്ധപ്പെട്ട വിധിയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങളിലെ ഭാഗങ്ങൾ ചൂണ്ടിക്കാണിച്ചപ്പോൾ ശ്രീ PS സലീം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് അഴിമതി നിരോധന നിയമത്തിൻ്റെ വകുപ്പിലാണ് അവിടെ കുറ്റകരമാവാതിരുന്നത്. അതുകൊണ്ട് തന്നെ അത് മറ്റൊരു പരിപ്രേക്ഷ്യത്തിൽ മറ്റൊരു വീക്ഷണകോണിലാണ് അതിനെ കാണേണ്ടത്. പക്ഷേ ലോകായുക്തയുടേത് അങ്ങനല്ല, അത് ഇഴകീറി പരിശോധിച്ച വിധിയാണ്. ഇതാണ് കോൺഗ്രസിന് ബോധ്യം.
അപ്പോൾ എൻ്റെ ചോദ്യം ഇതായിരുന്നു, അപ്പോൾ അഴിമതി നടന്നിട്ടില്ല എന്ന കാര്യത്തിൽ കോൺഗ്രസിന് മറ്റൊരു അഭിപ്രായമില്ല, അഴിമതി നടന്നിട്ടില്ല എന്നതാണോ? അഴിമതിയുടെ ഗുണഭോക്താവായി കെ ടി ജലീൽ അവിടെ എത്തിയിട്ടില്ല എന്നാണോ എന്ന ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുകയാണ് ചെയ്തത്. അദ്ദേഹം അവിടെ പറഞ്ഞതിലെ പ്രസക്തമായൊരു കാര്യം ഇതാണ്, ഹൈക്കോടതിയുടേത് അഴിമതി നിരോധന നിയമവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിധിയിലെത്തുമോ ഈ ബന്ധു നിയമനം എന്നതായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ കൃത്യമായ സ്വജനപക്ഷപാതത്തിൽ ഒരു ബന്ധുവിനെ നിയമിക്കുന്നു, ആ നിയമത്തിൽ ചട്ടങ്ങൾ മറികടക്കുന്നു, ഇതാണ് ജലീലിനെതിരായ ആരോപണം എന്നതാണ്. അവിടെയാണ് ഇങ്ങനെ ഒരു വിധി വരുമ്പോൾ പുലർത്തേണ്ട ധാർമ്മികത മന്ത്രിയോ സർക്കാരോ കാണിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നത്. അതിലൊരു യുക്തിയില്ലേ? എന്തുകൊണ്ട് ആ യുക്തിയെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഖണ്ഡിക്കാനാകുന്നത്? അടിസ്ഥാനപരമായിട്ട് തെറ്റായ ഒരു ആരോപണമാണ്. പറയൂ. എനിക്ക് തുടരാമല്ലോ? പറയൂ. അടിസ്ഥാനപരമായിട്ട് തെറ്റായ ആരോപണമാണ്. ഒന്ന്, ഇതുപോലെ അഴിമതിയെക്കുറിച്ച് ധാർമ്മികത പറയാനുള്ള അവകാശം ഈ കേരള സംസ്ഥാനത്ത് UDF ഇല്ല എന്നുള്ളതാണ്. അത് പോട്ടെ, എങ്കിലും വാദത്തിന് വേണ്ടി നമുക്ക് മറുപടി പറയാം. അടിസ്ഥാനപരമായിട്ട് കേരള ഹൈക്കോടതി ഈ കേസ് അഴിമതി നടത്തിയെന്നും സ്വജനപക്ഷപാതം നടത്തിയെന്നും അധാർമികമാണെന്നും പിന്നെ സത്യം പറഞ്ഞാൽ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ PK ഫിറോസ് കേസ് കൊണ്ട് കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, 1ഉം 2ഉം സിറ്റിംഗിൽ PK ഫിറോസിനെ ഈ കേസിന്റെ സാങ്ക്ടിറ്റി തന്നെ ചോദ്യം ചെയ്തുകൊണ്ട് കോടതി ശക്തമായി താക്കീത് നൽകി. 2 തവണ കോടതി പറഞ്ഞു എവിഡൻസ് മുഴുവനും നിങ്ങൾ ഹാജരാക്കാൻ പറഞ്ഞു. ഒരു തുണ്ടുകടലാസ് പോലും ഹാജരാക്കാനായിട്ട് PK ഫിറോസിന് സാധിച്ചില്ല. ആ PK ഫിറോസ് ഒടുവിൽ ഒരു തെളിവുമില്ലാതെ കേസിൽ നിന്ന് പിൻവലിഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനി കോടതി കൃത്യമായിട്ട് ക്ലിയർ കട്ടായിട്ട് വിധിച്ചു കൊടുത്ത സംശയം ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഡിവിഷൻ ബെഞ്ചിൽ പോകായിരുന്നു, സുപ്രീം കോടതി പോകായിരുന്നു. ഒരു നിയമ നടപടിക്കും പിന്നെ PK ഫിറോസ് പോയിട്ടില്ല. അപ്പോൾ KT ജലീലിനെ വ്യക്തിപരമായിട്ട് ദ്രോഹിക്കാനായിട്ട് മറ്റൊരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകരാണ് ഈ പറയുന്ന ഗവർണർ തള്ളി പിന്നെ ഹൈക്കോടതി തള്ളിയ ഈ കേസ് കൃത്യമായിട്ട് തള്ളി. വാദമില്ല എന്നും അഴിമതിയില്ല എന്നും പ്രഖ്യാപിച്ച ഹൈക്കോടതി വിധിക്ക് ഉപരിയായിട്ട് ഈ പറയുന്ന ലോകായുക്തയെ കൊണ്ടുപോയി ഇത്തരൊരു വിധി സമ്പാദിച്ചതിന്റെ നിയമസാധുതയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടേണ്ടത്. അതിന് നിയമസാധുതയില്ല. രണ്ടാമത്തെ കാര്യമുണ്ട്, അർത്ഥ ജുഡീഷ്യറിയാണ് ഈ പറയുന്ന ലോകായുക്ത. പൂർണ്ണ ജുഡീഷ്യറിയുടെ പവറില്ല. ലോകായുക്തയെ നമ്മൾ മാനിക്കുന്നു. അഴിമതിക്കെതിരെ 1999 കൊണ്ടുവന്ന കേരളത്തിൽ നായനാർ മന്ത്രിസഭ വന്നപ്പോഴാണ് കേരളത്തിൽ അത് ഫോം ചെയ്യുന്നത്. നമ്മളതിനെ മാനിക്കുന്നു, വളരെ ഇതാണ്. അത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ മാനിക്കുന്നുണ്ട്. പക്ഷേ ഈ നിയമവ്യവസ്ഥ, ഈ നിയമവശം ഇതിനകത്ത് നമ്മൾ ഇഴകേറി പരിശോധിച്ചാൽ ഇതിനകത്ത് എന്ത് അധാർമികത ഉണ്ട്? അതിനൊരു മറുപടി PSN പറഞ്ഞേ പറ്റൂ. നിങ്ങളുടെ മന്ത്രിമാർക്കെതിരെയും നിങ്ങളുടെ മുഖ്യമന്ത്രിക്കെതിരെയും അന്നത്തെ 2 DYSPമാർക്കെതിരെയും പരാതി കൊടുത്തപ്പോൾ അതിനെതിരെ പരാമർശം നടത്തിയ അന്നത്തെ പിന്നെ വിവരാവകാശ ഈ പറയുന്ന ലോകായുക്തയുടെ ആ പരാമർശങ്ങൾക്കെതിരെ നിങ്ങൾ എന്തെങ്കിലും നടപടി സ്വീകരിച്ചോ? നിങ്ങളുടെ ഏതെങ്കിലും ഒരു മന്ത്രിമാർ രാജിവെച്ചോ? മുഖ്യമന്ത്രി രാജിവെച്ചോ? പാറ്റൂർ കേസിൽ വളരെ വ്യക്തമായിരുന്നു അന്നത്തെ വിധി എന്ന് പറയുന്നത്. നിങ്ങളെ ആ നിങ്ങൾക്കില്ലായിരുന്നു ധാർമ്മികത. ഇവിടെ ഒരു ശ്രീ PS 2011-16 കാലഘട്ടത്തിൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ 96 കേസുകളാണ് മന്ത്രിമാർക്കെതിരെ ഉണ്ടാകുന്നത്. 19 മന്ത്രിമാർക്കെതിരെ കേസുകൾ ഉണ്ടാകും. 31 എണ്ണം ഉമ്മൻചാണ്ടിക്കെതിരെ, 14 എണ്ണം തിരുവഞ്ചൂർ രാധാകൃഷ്ണനെതിരെ, 13 എണ്ണം അബ്ദുൾ റബ്ബിനെതിരെ. ഇങ്ങനെ ഒരു നീണ്ട ലിസ്റ്റ് കിടക്കുകയാണ്. ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ടും നിരവധി ആരോപണങ്ങളുണ്ട്. കുഞ്ഞില്ലമ്പള്ളി, അനൂപ് ജേക്കബിൻ്റെ ഭാര്യ, പിന്നെ മുൻ സ്പീക്കറുടെയും ഇപ്പോഴത്തെ ഒരു MLAയുടെയും അമ്മ, മുൻ സ്പീക്കറുടെ ഭാര്യ, ഇപ്പോഴത്തെ ഒരു MLAയുടെ അമ്മ, ഇങ്ങനെ നിരവധി ബന്ധു നിയമനങ്ങളുടെ കാര്യങ്ങളുണ്ട്. എന്തിന് ഇന്ന് നിയമമന്ത്രി പറഞ്ഞൊരു കാര്യം, സുനാമി കേസുമായി ബന്ധപ്പെട്ട് ഇതിനേക്കാൾ രൂക്ഷമായ ഭാഷയിൽ ലോകായുക്ത ഉമ്മൻചാണ്ടിയുടെ ചെയ്തികൾക്കെതിരെ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട്. അന്നൊന്നുമില്ലാത്ത ധാർമ്മികതയുടെ നടപടി എങ്ങനെയാണ് KT ജലീലിൻ്റെ കാര്യത്തിൽ ആപ്ലിക്കബിൾ ആകുന്നത്? അതാണ് ഉയരുന്ന ചോദ്യം. ശ്രീ PS. ഇവിടെ 2 കാര്യങ്ങൾ നമ്മൾ കാണാതെ പോയി. ഒന്ന്, KT ജലീലിന്റെ രാജി ആവശ്യപ്പെടുന്നത് സത്യത്തിൽ അതൊരു നിയമപരമായ അനിവാര്യതയായതുകൊണ്ട് മാത്രമാണ് ആ രാജി ഇന്ന് കേരളത്തിൽ പ്രസക്തമാണ്. നിയമപരമായ അനിവാര്യത ഇല്ല എന്നാണ് റജി ലൂക്കോസ് പറയുന്നത്. നിയമപരമായ അനിവാര്യത ഇല്ല എന്ന്. കാരണം ഈ ലോകായുക്തയ്ക്ക് അതിനുള്ള അധികാരം പോലും ഇല്ലെന്ന് 2014 ചില സംഭവങ്ങളെ കോട്ട് ചെയ്തിട്ടാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ, റെജി ലൂക്കോസ് ഈ CPM-ന് വേണ്ടി ആണെങ്കിലും സാമൂഹ്യ വിഷയങ്ങളെ കുറിച്ച് നന്നായി ആഴത്തിൽ പഠിച്ചു പറയുന്ന ഒരാളാണ്. ഞാൻ കൃത്യമായി പറയാം, റെജി ലൂക്കോസിന്റെ ഇൻഫർമേഷൻ റജി ലൂക്കോസ് എന്തോ പറയുന്നു, എന്താണ് റജി ലൂക്കോസ് പറയുന്നത്?
അല്ല, ബഹുമാനപ്പെട്ട സലീം, ഞാൻ അങ്ങേ തടസ്സപ്പെടുന്നതല്ല. 2015 ഒരു ദൃശ്യമാധ്യമത്തിന് ലഭിച്ച വിവരാവകാശ രേഖയിൽ അവർ വെളിപ്പെടുത്തിയിരിക്കുന്നു 96 കേസ് ഇവിടുത്തെ മന്ത്രിമാർക്കെതിരെ ഉണ്ട്. അത് രമേശ് ചെന്നിത്തല നിഷേധിച്ചതാണ്. ഉണ്ട്. തങ്ങൾക്ക് മന്ത്രിമാർക്കെതിരെ വിധി പ്രസ്താവിക്കാനോ ശിക്ഷിക്കാനോ അധികാരമില്ല. വിവരാവകാശ രേഖയാണിത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ വാദം നിലനിൽക്കുന്നത്? അല്ലല്ല, PSLM കംപ്ലീറ്റ് ചെയ്യട്ടെ. പറയട്ടെ. 1999 ലോകായുക്ത ആക്ട് അനുസരിച്ച് രൂപീകരിച്ച ലോകായുക്ത വളരെ കൃത്യമായി ഈ ഭരണതലത്തിലെ അഴിമതിക്കെതിരായും നിയമവിരുദ്ധത്തിനെതിരായും ചട്ടലംഘനങ്ങൾക്കെതിരായുള്ള കൃത്യമായ ഫോറം ലോകായുക്തയാണ്. ഒന്ന്, ആ ലോകായുക്തയുടെ വിധിയുടെ ആധികാരികത ചോദ്യം ചെയ്തിട്ട് മനസ്സിലാവുന്നു. ആ ലോകായുക്ത വിധിയെ നിങ്ങൾക്ക് ഈ ലോകായുക്തയുടെ അധികാരം ഇവിടെ ചോദിച്ചത് ഹൈക്കോടതി ഇതേ വിഷയത്തിൽ കണ്ടെത്തിയ കാര്യങ്ങൾക്ക് ഒരു പ്രസക്തിയും താങ്കൾ നൽകുന്നില്ല, അത് നിങ്ങൾക്കെതിരായതുകൊണ്ട്. ഇവിടെ ലോകായുക്ത എന്ന അതിനേക്കാൾ താഴെ ജുഡീഷ്യൽ പവർ മാത്രമുള്ള ലോകായുക്തയുടെ വിധി നിങ്ങൾ സീരിയസ് ആയി കാണുന്നു. ഈ വൈരുദ്ധ്യമാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെട്ടത്. നിങ്ങൾ അങ്ങനെ പറയുക. ഒന്നാമത് ഈ പ്രതിരോധങ്ങൾ വളരെ ദുർബലമാണ്. ഇവിടെ ചിത്തരഞ്ജൻ പറഞ്ഞ ഒരു കാര്യം, ഉമ്മൻചാണ്ടിക്കെതിരെ കേസുണ്ട്, ആ മന്ത്രിസഭയിലെ മന്ത്രിമാർക്കെതിരായിട്ടെല്ലാം ലോകായുക്തയിൽ ഒരു വെള്ളക്കള്ളാസ് എഴുതി കൊടുത്താൽ ആർക്കും കേസ് കൊടുക്കാം. ഇവിടെ ചോദ്യം അതല്ല, ആ കേസിന്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്നുള്ളതാണ്. ഇവിടെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി, നമ്മുടെ ഓർമ്മയിൽ ആദ്യമായി ലോകായുക്ത ആക്ട് അനുസരിച്ച് ലോകായുക്ത രൂപീകരിച്ചതിന് ശേഷം ആദ്യമായി ഒരു മന്ത്രി സത്യപ്രതിജ്ഞാലംഘനം നടത്തിയിരിക്കുന്നു, സ്വജനപക്ഷപാതം നടത്തിയിരിക്കുന്നു എന്ന് കൃത്യമായി ഒരു മന്ത്രിക്കെതിരായി വിധിയെഴുത്തുണ്ടാവുകയും ആ വിധിയെഴുത്തിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കണമെന്ന് ഇവിടെ നജീർ ചോദിച്ചത് മുഖ്യമന്ത്രിക്ക് അയച്ചു എന്നുള്ളതാണ്. ലോകായുക്ത കൃത്യമായി ആ വിധിയിൽ പറയുന്നുണ്ട്, കോമ്പിറ്റന്റ് അതോറിറ്റി അത് മുഖ്യമന്ത്രിയാണ്. KT ജലീലിന്റെ ചട്ടലംഘനം, നിയമവിരുദ്ധത, സ്വജനപക്ഷപാതം, സത്യപ്രതിജ്ഞാ ലംഘനം ലോകായുക്ത കണ്ടെത്തിയ കാര്യങ്ങളാണ്. ഒരു സംശയത്തിനും അതീതമായി ഇവിടെ ചിത്തരഞ്ജനാഥ് സൂചിപ്പിച്ചെന്താ, ഞങ്ങൾ ഈ വിധി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. ഒരു ലോ കോളേജിന്റെ പടിവാതിക്ക് നിൽക്കുന്ന ഒരാൾക്ക് ഒറ്റ നോട്ടത്തിൽ വായിച്ചെടുക്കാൻ കഴിയുന്നതിനപ്പുറത്തുള്ള എന്ത് അവ്യക്തതയാണ് ഈ ലോകായുക്തയുടെ വിധിന്യായത്തിലുള്ളത്? ഒരു മന്ത്രിക്കെതിരായി കൃത്യമായിട്ടുള്ള ലോകായുക്തയ്ക്ക് ഈ വിധിയിലേക്ക് എത്താൻ എന്ത് വാദങ്ങളാണ്, എന്ത് വാതായനങ്ങളാണ് തുറന്നതെന്ന സംശയത്തിന് അഡ്വക്കേറ്റ് കൂടിയായ PSLM മറുപടി പറയുന്നില്ലല്ലോ. ഹൈക്കോടതിയിൽ കമാൽ പാഷയുടെ ഒരു ചെറിയ പരാമർശനം, സീസറിന്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീതയായിരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊണ്ടുപിടിച്ചിടുന്ന ആളുകളാണ് ഈ ലൂക്കോസും ഈ ചിത്തരഞ്ജൻ ഉൾപ്പെടെയുള്ള CPM-ന് വേണ്ടി കേരളത്തിൽ ചാനൽ ചർച്ച പങ്കെടുത്ത ആളുകള്. ഒരു ചെറിയ പരാമർശനം, ആ കേസിന്റെ ഒരു ഫൈനൽ വെഡിക്റ്റ് അല്ല പറഞ്ഞത്, കേസിന്റെ ഒരു ഓൺഗോയിങ് പീരീഡിൽ ആണ് മാണി സാറിനെതിരെ പറയുകയും മാണി സാർ രാജിവെക്കേണ്ടി വരികയും ചെയ്തു. ഇവിടെ എന്താ സംശയിക്കുന്നത്? അത് ഇവിടെ കൃത്യമായി ബന്ധമില്ല. PSLM നിങ്ങളുടെ പാർട്ടിക്കാർ തന്നെ കൊടുത്തതാ. ഒന്ന്, ലോകായുക്തയ്ക്ക് ഇത് പറയാൻ കഴിയും. രണ്ട്, ഹൈക്കോടതി ഈ കേസ് നേരത്തെ ഹൈക്കോടതിയിൽ വന്നതാണ്. ജസ്റ്റിസ് ഗവർണർ സുപ്രീം കോടതി വിധിയായിരുന്ന ജസ്റ്റിസ് സദാശിവം ഇത് പരിശോധിച്ചതാണ്. ഞാൻ വളരെ കൃത്യമായി പറയുന്നു, നിങ്ങൾ ഇത്തരം പ്രതിരോധങ്ങൾ നൽകി KT ജലീലിനെ സംരക്ഷിക്കാൻ ശ്രമിച്ചാൽ സ്വന്തം ചിറകിനുള്ളിൽ ഇത്രയും കാലം സംരക്ഷിച്ച കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കേരളീയ സമൂഹത്തിന് മുമ്പിൽ അപഹാസ്യരായി നിൽക്കുകയാണ് ഈ ലോകായുക്ത വിധിയിലൂടെ. ഒരു സംശയവും വേണ്ട, KT ജലീലിനെ ഈ വിഷയത്തിൽ സംരക്ഷിക്കാൻ ആർക്കും കഴിയില്ല. അതിനുള്ള പ്രതിരോധം ഇതുവരെയും CPIM-ഓ സർക്കാരോ KT ജലീലിനെ ഒരു മന്ത്രിക്ക് വേണ്ടി എന്തിനാണ്? ശ്രീ PSLM കേൾക്കൂ, അതായത് ഏതെങ്കിലും അനധികൃതമായ കാര്യത്തിൽ
കെ ടി ജലീലിനെ സംരക്ഷിക്കും ഞങ്ങൾ എന്ന് അവരാരും പറഞ്ഞിട്ടില്ല. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പി ചിത്തരഞ്ജൻ തന്നെ സൂചിപ്പിച്ചത് ഇതാണ്, നിയമപരമായി അതിൻ്റെ കാര്യങ്ങൾ പരിശോധിച്ച് പക്വമായി വേണ്ട നടപടികൾ സ്വീകരിക്കുക തന്നെ ചെയ്യും. ആ വിഷയത്തിൽ എന്താണ് അവരിപ്പോഴും പറയുന്ന നടപടി? അത് ഉമ്മൻചാണ്ടി നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയുന്നത് പോലെയല്ല. പക്ഷെ എൻ്റെ സംശയം അതല്ല ശ്രീ പി എസിലും, എങ്ങനെയാണ് ഈ അപ്പോയിൻമെന്റ് സ്റ്റേറ്റിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ആക്ഷൻസിന്റെ ഭാഗമായി, ഭരണനിർവഹണ പ്രവൃത്തിയുടെ ഭാഗമായിട്ടാണ് ഈ നിയമനത്തെ കാണേണ്ടത്. ഇതിനകത്ത് അഴിമതിയില്ല എന്ന് ഹൈക്കോടതിയുടെ കണ്ടെത്തലുള്ളപ്പോൾ അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് ലോകായുക്തയ്ക്ക് ഇതിനകത്ത് സ്വജനപക്ഷപാതം നിരീക്ഷിക്കാനാകുന്നത്? ഇതാണ് എന്റെ സംശയം. അഴിമതിയില്ല എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു മണി ട്രാൻസാക്ഷൻ ഇല്ല എന്നുള്ളത് കൊണ്ട് ഇത് അഴിമതി അല്ലാതാകുന്നു. ആവുമോ? എന്തായാലും കൊച്ചാപ്പായിക്ക് മകന്റെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ പറ്റത്തില്ല. അങ്ങനെ അദീബ് കെ ടി ജലീലിന് പൈസ കൊടുത്തെന്ന് മകന്റെ മകനാണ് ഫിറോസോ ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ അർഹതയുള്ള എലിജിബിൾ ഹാൻഡ്സ് നിൽക്കുമ്പോൾ ഒരു സ്വകാര്യ ബാങ്കിൽ ഒരാൾക്ക് ഡെപ്യൂട്ടേഷൻ കൊടുത്തത് ചട്ടലംഘനമാണെന്നുള്ള ആരോപണം വളരെ കോമ്പിറ്റന്റ് ആയിട്ടുള്ള എലിജിബിൾ ആയിട്ടുള്ള ആളുകൾ ഇതിൽ നിലനിൽക്കുന്ന ആരോപണങ്ങൾ നോക്കൂ. അതായത് അദീബിന് മറ്റൊരു ബാങ്കിൽ വലിയ ഉന്നത ജോലി ഉണ്ടായിരുന്ന ആളാണ്, അതിനേക്കാൾ ശമ്പളം കുറവ്. 1. 2, ഇതിനകത്ത് അഴിമതി ഒന്നും നടന്നിട്ടില്ല എന്ന് കാണുന്നു. 3, കോടതിയുടെ തന്നെ മറ്റൊരു ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട പരാമർശം ശ്രദ്ധിക്കണം. ഈ ബന്ധു ആരാണ്, അതിന്റെ വിവക്ഷ എന്താണ് എന്ന് ശ്രീ പി എസിലും താങ്കൾക്ക് അറിയാമല്ലോ. സംസ്ഥാനമാണിത്, നമ്മുടെ ഗവൺമെന്റ് സർവീസിലുണ്ട്. ഒരു സ്വകാര്യ ബാങ്കിലെ ഒരാളുടെ ത്യാഗനിർഭരമായ സേവനം അത് കെ ടി ജലീൽ നിർബന്ധിച്ച് കൊണ്ടുവരേണ്ട കാര്യമില്ല. ഈ പോസ്റ്റ് കൃത്യമായി ആ ചുമതല നിർവഹിക്കാൻ കഴിയുന്ന ആളുകൾ കേരളത്തിലെ ഉദ്യോഗസ്ഥ തലങ്ങളിലുണ്ട്, സെക്രട്ടേറിയറ്റിലുണ്ട്. അവരൊക്കെ ഡെപ്യൂട്ടേഷനിൽ കൊണ്ടുപോകാതെ ഈ ബിടെക് പ്ലസ് PGDP എന്നുള്ള തസ്തിക കട്ടിലിന്റെ വലിപ്പം അനുസരിച്ച് ശരീരത്തിന്റെ ഭാഗങ്ങൾ മുറിക്കുന്ന ക്രൂരമായ ഒരു സമീപനത്തിലൂടെയാണ് ഈ യോഗ്യതകൾ നിർണയിച്ച് ഇങ്ങനെ ഒരാളെ നിയമിച്ചത്. ശമ്പളം കുറവോ കൂടുതലോ എന്നുള്ള പ്രശ്നം. വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥലത്ത് സ്വന്തം ആളിനെ നിയമിക്കാനുള്ള ഒരു വ്യഗ്രത, അതാണ് ഇന്ന് ലോകായുക്ത പറഞ്ഞത്. ലാക്ക് ഓഫ് ഇന്റഗ്രിറ്റി, ഫേവറിറ്റിസം, നെപ്പോട്ടിസം, വയലേഷൻ ഓഫ് ഓത്ത്. ഈ ഒരു മന്ത്രിക്കെതിരായി കേരളത്തിലെ ഒരു ജുഡീഷ്യൽ സംവിധാനം ഈ ഡെപ്യൂട്ടേഷനിൽ ലഭിച്ച പദവിയിൽ ശമ്പളം തന്നെ അദ്ദേഹം വാങ്ങിയിട്ടില്ല, എന്റെ അറിവ് ശരിയാണെങ്കിൽ. ഞാൻ ശ്രീ പി ചിത്തരഞ്ജൻ, ശ്രീ PS അങ്ങനെ ഒരു സൗജന്യം ഒന്നും ഇവിടെ ആവശ്യമില്ല. ശ്രീ പി ചിത്തരഞ്ജൻ, അതായത് ഈ കെ ടി ജലീലിൻ്റെ ബന്ധു എന്ന് പറയുന്ന വ്യക്തിക്ക് അനുസൃതമായ ഒരു യോഗ്യത, ഒരു എലിജിബിലിറ്റിക്കായി മന്ത്രി കത്ത് നൽകുന്നു എന്ന് പറയുന്നു. അതായത് ചെരുപ്പിനൊപ്പം കാലിനെ മുറിക്കുന്നു, അല്ലെങ്കിൽ കട്ടിലിനൊപ്പം ശരീരത്തെ മുറിക്കുന്നു, അതുപോലെയുള്ള ഇടപെടലുകൾ നടക്കുന്നു. ഇതിലൊരുപക്ഷെ പണത്തിൻ്റെ അഴിമതി നടന്നിട്ടില്ല, ആ അർത്ഥത്തിൽ മന്ത്രി അഴിമതിയുടെ ഭാഗമാക്കായിട്ടില്ല എന്ന് കോൺഗ്രസ് സമ്മതിക്കുന്നു, എന്ന് PS സമ്മതിക്കുന്നു. പക്ഷേ സ്വജനപക്ഷപാതവും ചട്ടലംഘനവും നടന്നിട്ടുണ്ട്. ഇതാണ് ലോകായുക്തയുടെ കേസിൽ ഹൈക്കോടതിയിൽ നിന്ന് വ്യത്യസ്തമായി കണ്ടെത്തുന്നത്. അതാണ് ആരോപണം ശ്രീ പി ചിത്തരഞ്ജൻ. അല്ല, ഈ പരാതിക്കാരൻ പറഞ്ഞിട്ടുള്ളത് മന്ത്രി കെ ടി ജലീലിൻ്റെ ബന്ധുവിന് വേണ്ടി യോഗ്യതകളിൽ ഇളവ് വരുത്തി അദ്ദേഹത്തിന് അവിടെ ഡെപ്യൂട്ടേഷൻ ഒരുക്കി കൊടുത്തു എന്നുള്ളതാണല്ലോ. ഈ വിഷയം തന്നെയല്ലേ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ മുമ്പിൽ വന്നത്? ഇതേ വിഷയം തന്നെയല്ലേ ബഹുമാനപ്പെട്ട ഗവർണറുടെ മുമ്പിലെത്തിയത്? ഇതൊരു പുതിയ പ്രശ്നമായിട്ടല്ലല്ലോ വന്നത്. അവിടെ രണ്ട് കേന്ദ്രങ്ങളിലും ഇത് സംബന്ധമായിട്ട് വന്നിട്ടുള്ള വിധി ഇവിടെ ശ്രീ റജി ലൂക്കോസ് പറഞ്ഞു. ഇവിടെ ഇപ്പോൾ ലോകായുക്ത പുതുതായി എന്തെങ്കിലും ഒന്ന് കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയാനൊന്നും കഴിയില്ല. എന്നാൽ ലോകായുക്ത അതിനെ ചെറുതായി കാണുവാൻ തയ്യാറല്ല CPIM എന്നുള്ളതാണ് ഞാൻ ആദ്യമേ പറഞ്ഞത്. ആ വിധിയെ ഞങ്ങൾ വളരെ ലാഘവത്തോട് കാണുന്നില്ല, ഞങ്ങൾ വളരെ ഗൗരവമായി തന്നെ കാണുന്നുണ്ട്. എന്നാൽ ഞാൻ എന്താ പറഞ്ഞത്?
തിടുക്കപ്പെട്ടിട്ട് ഒരു തീരുമാനമെടുക്കേണ്ട ഒരു സാഹചര്യവും കേരളത്തിലില്ല. നിയമപരമായി കാര്യങ്ങൾ പരിശോധിച്ച് യുക്തമായിട്ടുള്ള തീരുമാനം കൈക്കൊള്ളും. അല്ലാതെ ഞങ്ങൾ KT ജലീലിനെ പരിപൂർണമായും അദ്ദേഹം ഇനിയിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അദ്ദേഹത്തെ സംരക്ഷിക്കുമെന്ന് ആരും ധരിക്കേണ്ട. ചെയ്യാത്ത തെറ്റിന് അദ്ദേഹത്തെ വേട്ടയാടുമ്പോൾ അദ്ദേഹത്തെ സംരക്ഷിക്കുവാനുള്ള ബാധ്യതയുണ്ട്. അതാണ് ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചത്. ഈ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനറിയാം KT ജലീലിനെതിരായി നടത്തിയിട്ടുള്ള ഇവരുടെ വേട്ടയാടലുകളെല്ലാം. അത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇപ്പോൾ ഒരു ഗവൺമെൻറ്റിന് ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രം അവശേഷിക്കുന്ന വേളയിൽ വന്നിരിക്കുന്നൊരു വിധിയാണിത്. ആ വിധിയുമായി ബന്ധപ്പെട്ട് അത് ഒരു ദിവസം ഉണ്ടായാലും 1 മണിക്കൂർ വേണമെങ്കിലും ശരി, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോകണം. ഞങ്ങൾ ബഹുമാനപ്പെട്ട എല്ലാ നിയമനിർമ്മാണ വ്യവസ്ഥയെയും ബഹുമാനിക്കുന്നവരാണ്. ഞങ്ങൾ രാജ്യത്തെ ജുഡീഷ്യറി അംഗീകരിക്കുന്നവരാണ്. ആ നിലയിൽ ഞങ്ങൾ ലോകായുക്തയെ ബഹുമാനിക്കുന്നു. ലോകായുക്ത പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, ആ വിധിന്യായത്തെ സംബന്ധിച്ച് ആവശ്യമായ പരിശോധന നിയമവിദഗ്ധന്മാരുമായി നടത്തി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണ് തീരുമാനം കൈക്കൊള്ളേണ്ടത്. അതിനുള്ള സമയം കൊടുക്കണം. എടുപിടി ചോറുകറി എന്ന് പറയുന്നത് നിനക്ക് ഇത്ര തിരക്ക് പിടിക്കുവാൻ എന്തായാലും ഈ വിഷയത്തിനകത്തുള്ളത്? അവിടെയാണ് ഇതിൻ്റെ എല്ലാം പിന്നിലുള്ള രാഷ്ട്രീയം പറയാതെ പോകാൻ കഴിയാതെ വരുന്നത്. ബഹുമാനപ്പെട്ട ശ്രീ സലീം ഇവിടെ പറഞ്ഞു, അദ്ദേഹത്തിന് സ്ഥാപിക്കാൻ കഴിയുമോ? ഇത് 24 മണിക്കൂറിനുള്ളിൽ ഇവിടെ ഇത് ചെയ്തില്ലെങ്കിൽ കേരളത്തിൽ എന്തോ സംഭവിക്കാൻ പോകുന്നതെന്ന് പറയാനൊന്നും കഴിയില്ലല്ലോ. ഇതാദ്യമായി വന്നൊരു കേസല്ലല്ലോ. ഈ കേസിനെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട 2 കേന്ദ്രങ്ങൾ, ഒന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയാണ്, മറ്റത് സാധാരണ ഗവർണർ അല്ലായിരുന്നു കേരളത്തിലെ ഗവർണർ. അദ്ദേഹം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നിയമവിദഗ്ധരല്ലേ, അദ്ദേഹം അടക്കം പരിശോധിക്കപ്പെട്ട കേസല്ലേ. ഇപ്പോഴത്തെ ലോകായുക്ത മറ്റൊരു കണ്ടെത്തൽ കണ്ടെത്തിയിരിക്കുന്നു. അതിനുള്ള സ്വാതന്ത്ര്യവും നിയമപരമായ അതിനുള്ള അവകാശവും ഒക്കെ അവർക്കുണ്ട്. അപ്പോൾ ആ വിധിന്യായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി എന്ത് വേണമെന്നതിനെ സംബന്ധിച്ചെല്ലാം നിയമവിദഗ്ധരുമായി ആലോചിച്ച് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അതിന് തീരുമാനം കൈക്കൊള്ളും. അതിന് സാവകാശം കൊടുക്കണം. അതിനപ്പുറത്തേക്ക് കിടന്ന് ബഹളം ഉണ്ടാക്കേണ്ട ഒരു കാര്യം കേരളത്തിലില്ല. ശ്രീ റജി ലൂക്കോസ്, അതായത് ഇതിൽ ഒരു രാഷ്ട്രീയ വൈര്യനിരാധന ബുദ്ധി, ഒരു വൈരാഗ്യം ജലീലിനോട് രൂപപ്പെട്ടത് നമുക്കൊക്കെ അറിയാവുന്നതാണ്. അതിൻ്റെ പശ്ചാത്തലത്തിൽ ഹൈക്കോടതിയുടെ വിധിയും ഗവർണറുടെ പരാമർശവും ഒക്കെ അവിടെ നിലനിൽക്കവേ അതിനേക്കാളൊക്കെ താഴെയുള്ള ഒരു ബോഡി ഇത്തരത്തിൽ ലോകായുക്ത ഇത്തരത്തിലൊരു നിലപാട് പ്രഖ്യാപിക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടിപിടിയുന്നൊരു നടപടി എടുക്കാനാകില്ല. കാരണം അപ്പുറത്ത് KT ജലീലിനെതിരെ ഇതിന് സമാനമായ അല്ലെങ്കിൽ ഇതിനേക്കാൾ ഗൗരവമായ നിരവധി ആരോപണങ്ങൾ കൊണ്ടുവരികയും അതൊക്കെ പൊളിഞ്ഞു വീഴുകയും ചെയ്തതാണ്. അപ്പോഴും നിലനിൽക്കുന്ന ആ രാഷ്ട്രീയ വൈരാഗ്യത്തെ കൂടി പരിശോധിച്ച് ഇതിനെ ഇഴകീറി പരിശോധിച്ച ശേഷം മാത്രമേ ഒരു നിലപാടിലേക്ക് പോകാനാകൂ എന്ന് CPIM പറയുന്നത് യുക്തിഭദ്രമാണോ? കാരണം മുൻകാല അനുഭവങ്ങൾ, ഇനി അത് വീണ്ടും ഇവിടെ പറയുന്നതിനകത്ത് കാര്യമില്ല, എല്ലാവർക്കും മനസ്സിലായി. 100% യുക്തിഭദ്രമാണ്. കാരണം പൊളിറ്റിക്കൽ എനിമിറ്റി കേരളത്തിൽ ഇത്രയധികം അറ്റാക്കുകളോട് ചെയ്ത ഒരു രാഷ്ട്രീയതാവ്, ഏറ്റുവാങ്ങിയ രാഷ്ട്രീയതാവ് വളരെ അപൂർവമായിട്ടുള്ളൂ. അദ്ദേഹത്തിനെതിരെ എന്തെല്ലാം ആരോപണങ്ങളുണ്ടെന്ന് ഇവിടെ EDയും കസ്റ്റംസും എല്ലാം അദ്ദേഹത്തിനെതിരെ വളഞ്ഞിട്ട് ആക്രമിച്ചില്ലേ. 3 തവണ അദ്ദേഹത്തിനെ ക്വസ്റ്റ്യൻ ചെയ്തു. അവസാനം കോടതി കൊടുത്ത റിപ്പോർട്ടിൽ എന്താ പറഞ്ഞത്? അദ്ദേഹത്തിൻ്റെ പേര് പോലുമില്ല, അദ്ദേഹത്തിൻ്റെ പേര് പോലും പരാമർശിക്കാതെ കോടതി റിപ്പോർട്ട് കൊടുത്തത്. ഏതെല്ലാം രീതിയിലാണ് ഇവരെല്ലാം ആരോപണം ഉന്നയിച്ചത്? അദ്ദേഹം ഖുറാനിലൂടെ സ്വർണം കടത്തി, അതുപോലെ തന്നെ ഈന്തപ്പഴത്തിലൂടെ സ്വർണം കടത്തി, അസംഭാവികവും വിചിത്രവുമായ ആരോപണങ്ങൾ വരെ നിരത്തി അദ്ദേഹത്തിന് വ്യക്തിഹത്യ നടത്തിയപ്പോഴും ഈ പാർട്ടി അദ്ദേഹത്തിന് സംരക്ഷണം കൊടുത്തു. കാരണം അദ്ദേഹം നിരപരാധിയാണെന്നുള്ള വളരെ ബോധ്യമുള്ളതുകൊണ്ട്. അതുതന്നെയല്ലേ കേരളത്തിലെ ശത്രുതാപരമായ രീതിയിൽ സമീപിച്ചുകൊണ്ടിരുന്ന കേന്ദ്ര അന്വേഷണ ഏജൻസികൾ അദ്ദേഹത്തിന് ക്ലീൻ ചിറ്റ് കൊടുത്തു. ഒരു പേര് പോലും അദ്ദേഹത്തെ ചോദ്യം ചെയ്തതായിട്ട് പോലും കോടതി റിപ്പോർട്ട് കൊടുത്തിട്ടില്ല. അതിലും ഹീനമായ ഒരു പ്രവൃത്തിയാണിത്. തന്നെയുമല്ല, ഇവിടെ ഇപ്പോൾ എല്ലാ ബഹുമാനങ്ങളും നമ്മൾ ലോകായുക്ത കൊടുക്കുന്നുണ്ട്. അത് അഴിമതി നിരോധിക്കാൻ വേണ്ടി മാത്രമുള്ളൊരു ഭരണഘടനാ സ്ഥാപനം, നമ്മളതിനെ ബഹുമാനിക്കുന്നു. പക്ഷേ അപ്പർ കോടതിയുടെ വിധിയെ ഓവർകം ചെയ്തുകൊണ്ട് അർത്ഥ ജുഡീഷ്യറി ആയിട്ടുള്ള ലോകായുക്തയ്ക്ക് ഇങ്ങനൊരു വിധി പുറപ്പെടുവിക്കാനും മുഖ്യമന്ത്രി രാജി ആവശ്യപ്പെട്ടെന്ന് പറയാനുള്ള അധികാരവും അവകാശം അവർക്കുണ്ടോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അത് പറയാനുള്ള അവകാശം നമുക്കുണ്ടൊരു പൗരൻ എന്നുള്ള നിലയ്ക്ക്. അതില്ല എന്ന് അവർ തന്നെ പറയുന്ന വിവരാവകാശ രേഖയാണ് ഞാനിപ്പോൾ ഈ ചാനലിലൂടെ പുറത്തുവിട്ടിരിക്കുന്നത്, കാണാൻ പറ്റുന്നത്, കാണിച്ചിരിക്കുന്നത്. അതൊരു പ്രമുഖ മാധ്യമത്തിന് കിട്ടിയതും അവരത് ടെലികാസ്റ്റ് ചെയ്തതുമാണ് 2015.
അപ്പോൾ സ്വാഭാവികമായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ പോയി അദ്ദേഹത്തിന് സ്വയം അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ഇതിനെതിരെ ഒരു നിയമ നടപടി പോകാനുള്ള എല്ലാ അവകാശമുണ്ട്. കാരണം മുൻകാലങ്ങളിലെ ജലീലിനെതിരെയുള്ള ആക്രമണങ്ങൾ രാഷ്ട്രീയപരമുള്ള നമ്മുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് അദ്ദേഹത്തിന് അതിനുള്ള ജനാധിപത്യ അവകാശമുണ്ട്. 1% പോലും അദ്ദേഹം രാജിവെക്കേണ്ട ആവശ്യമില്ല. അധാർമികതയുടെ ഒരു കണിക പോലും ഈ കേസിൽ കെ ടി ജലീലിന്റെ ഭാഗത്ത് ഇല്ലാന്ന് 100% ഉറപ്പാണ്. അത് കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയാം. ശ്രീ പി എസ് എലും അറിയിക്കോട്ടെ. ശ്രീ പി എസ് എലും കേൾക്കാമോ? ശ്രീ പി എസ് എലും കേൾക്കാമോ? ഹലോ, അജിബ് ഷാ എന്നോടാണോ? അതെ അതെ അതെ, ചോദിച്ചോളൂ. അതായത് ഒന്ന്, അഴിമതിയില്ല, അത് ഹൈക്കോടതി കണ്ടെത്തിയതാണ്. 2, ഇതിനകത്ത് ഡെപ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ഒരു നിയമനമല്ല, ഒരു നിയമനത്തിൻ്റെ സ്വഭാവമുള്ളതല്ല, അതൊരു വർക്കിംഗ് അറേഞ്ച്മെൻറ്റിൻ്റെ സ്വഭാവമാണ് അതിനുള്ളത്. 3, ഇവിടെ സാമ്പത്തികമായോ അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലോ മന്ത്രി ഗുണഭോക്താവായി, അഴിമതിയുടെ ഗുണഭോക്താവായെന്ന ആരോപണം കോൺഗ്രസിനുമില്ല. മുമ്പ് പല ആരോപണങ്ങളും മന്ത്രിക്കെതിരെ കൊണ്ടുവന്നതിൽ മന്ത്രി ക്ലീൻ ചിറ്റ് നേടിയ ആളാണ്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യം. പിന്നീട് പ്രധാനപ്പെട്ടൊരു വസ്തുത എന്ന് പറയുന്നത് ഈ ബന്ധു നിയമനവുമായി ബന്ധപ്പെട്ട് തന്നെ നേരത്തെ ഉയർന്നിരുന്ന ഒരു കേസിൽ കോടതി പറഞ്ഞ കാര്യമാണ്. ആരാണ് ബന്ധു, എന്താണ് ബന്ധുവിൻ്റെ വിവക്ഷ, അതിൽ പെടുന്ന ആളാണോ കെ ടി ജലീലും ഈ അദീബും? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. പിൻബലമായി സർക്കാരിന് വെക്കാവുന്ന ഹൈക്കോടതിയുടെ വിധിയുണ്ട്. ഇതിനെയൊക്കെ മറികടന്ന് നിങ്ങളുടെ രാഷ്ട്രീയ താല്പര്യത്തിനനുസൃതമായി എടുപിടിയുന്നൊരു നടപടി എടുക്കാനാകില്ല. അതുകൊണ്ട് തന്നെ കെ ടി ജലീലിൻ്റെ രാജിക്ക് ഇപ്പോൾ ഒരാവശ്യകതയും പ്രസക്തിയുമില്ല. ഇതാണ് ഇവിടെ നിരീക്ഷിക്കപ്പെട്ടത്. ഇതിനെ മറുവാദങ്ങൾ കൊണ്ട് നിരത്താൻ എന്തൊക്കെയുണ്ട് താങ്കളുടെ പക്കൽ? ഇനി എനിക്ക് രണ്ട് മിനിറ്റ് അനുവദിക്കണം. ഒന്നാമത്തെ വിഷയം, ഇവിടെ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, കേരളത്തിൽ മുസ്ലിം ലീഗ് വൈരനിര്യാതന ബുദ്ധിയോടുകൂടി കെ ടി ജലീലിനെ നിരന്തരമായി ആക്രമിക്കുന്നു, അതുകൊണ്ട് പ്രതിരോധിക്കുന്നു എന്ന ഒരു നിലപാടാണ് ചിത്രരഞ്ജൻ സ്വീകരിച്ചത്. അങ്ങനെ ഒരു വിഷയമില്ല. മാത്രമല്ല, കേരളത്തിൽ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള ഒരു പ്രഗത്ഭനായ നേതാവിനെ നിരന്തരമായി അധിക്ഷേപിക്കാൻ ശ്രീ കെ ടി ജലീൽ മുസ്ലിം ലീഗ് ഉള്ളിൽ നിൽക്കുമ്പോഴും പുറത്തു നിൽക്കുമ്പോഴും CPM-ന്റെ ആയുധമായി നിന്ന് കൊടുത്ത ഒരാൾ എന്ന നിലയിൽ കെ ടി ജലീലിന് അതിനുശേഷം അത്തരം ഒരു പ്രസക്തിയൊന്നും കേരള രാഷ്ട്രീയത്തിൽ. കെ ടി ജലീൽ എന്തുകൊണ്ട് മന്ത്രിയായി തുടരുന്നു എന്നുള്ള വിവരം ഇവിടെ റെജി ലൂക്കോസിനും ചിത്തരഞ്ജനും അറിയാം. ഇത്രയും EP ജയരാജന്, കേരളത്തിലെ CPM-ന്റെ ഏറ്റവും പ്രമുഖനായ നേതാവ്, CPM-ന് വേണ്ടി ഒട്ടേറെ പീഡനങ്ങളും ജയിൽവാസം അനുഭവിച്ച EP ജയരാജനെ പോലൊരു നേതാവിന് ഇതേ കാരണത്തിന്റെ പേരിൽ ലഭിക്കാത്ത പരിഗണന കെ ടി ജലീലിന് പിണറായി വിജയൻ നൽകിയതിന്റെ സാങ്കത്യവും കൃത്യമായി അവർക്ക് സമ്മതിക്കാൻ കഴിയില്ലെങ്കിലും ഇവിടെ ചിത്തരഞ്ജനും ഇവിടെ റെജി ലൂക്കോസിനും അജിംഷാദിനും അറിയാവുന്ന കാര്യമാണ്. വളരെ കൃത്യമായി കേരളത്തിലെ ഇവിടെ ഡെപ്യൂട്ടേഷനിൽ എത്തിയ ആൾ, അയാൾ വലിയ ശമ്പളത്തിൽ മറ്റൊരു സ്ഥാപനത്തിൽ ജോലി ഉണ്ടായിരുന്ന ആളല്ലേ? ഇവിടെ കെ ടി ജലീലുമായി ബന്ധപ്പെട്ട സൗകര്യവും കെ ടി ജലീൽ നൽകി എന്നുള്ളതാണ് പ്രശ്നം. അതാണ് ഇവിടെ തെളിയുന്നത്. ഇപ്പൊ ലോകായുക്തയുടെ വിധിയിൽ കൃത്യമായി അത് വന്നിട്ടുണ്ട്. പിന്നെ റെജി ലൂക്കോസ്, ഒരു സംശയവും വേണ്ട, ലോകായുക്ത ഞാൻ പറഞ്ഞില്ലേ, കേരളത്തിലെ നിയമവൃത്തങ്ങൾ ഇത്ര അക്കാഡമിക് ക്വാളിറ്റി ഉള്ള ഒരു ജഡ്ജ്മെന്റ് ലോകായുക്ത പറഞ്ഞിരിക്കുന്നത് എന്താണ്? കേരളത്തിന് മുഖ്യമന്ത്രിയോട് ഈ കെ ടി ജലീൽ ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, നടപടി സ്വീകരിക്കണം എന്ന് പറഞ്ഞത് കോമ്പിറ്റന്റ് അതോറിറ്റി എന്ന നിലയിൽ മുഖ്യമന്ത്രിയോടാണ്. അത് പറയാനുള്ള അവകാശം ലോകായുക്തയ്ക്കുണ്ട്. കാരണം ഈ ലോകായുക്ത കേരളത്തിൽ പഞ്ചായത്ത് മെമ്പർ മുതൽ മുഖ്യമന്ത്രി വരെയുള്ള അധികാര തലത്തിലിരിക്കുന്ന ആളുകളുടെ അഴിമതിയും അതിനപ്പുറമുള്ളതല്ലേ ഹൈക്കോടതി? ഹൈക്കോടതിക്ക് കണ്ടെത്താനാകാത്ത കാര്യങ്ങൾ ഈ ലോകായുക്തയുടെ വിധിയിൽ എങ്ങനെ വന്നു എന്ന് ചോദിക്കാനുള്ള അവകാശം ഒരാൾക്കില്ലേ? അജിംഷാ, ഞാൻ ഇതിലേക്കാണ് വരുന്നത്. അജിംഷാ പറയുന്നു
അഴിമതി നിരോധന നിയമത്തിലെ പ്രസക്തമായ വകുപ്പുകൾ അല്ലെങ്കിൽ ആ വകുപ്പുകളുടെ ലംഘനം നടന്നിട്ടില്ല എന്ന് രമേശ് ചെന്നിത്തല റിട്ട് ഹർജിയിൽ ഹൈക്കോടതി പറഞ്ഞു എന്നുള്ളതാണ് അജിത് ഷാദ് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അഴിമതിയുടെ അനന്ത സാധ്യതകൾ കണ്ടെത്താൻ കഴിയുന്ന എത്രയോ തസ്തികകൾ കേരളത്തിലുണ്ട്. ഇനി ഈ അഴിമതി എന്ന് പറയുന്നത് അതൊരു റെട്രോസ്പെക്റ്റീവ് എഫക്റ്റീവ് വരണമെന്നില്ല. താങ്കൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, അതായത് ലോകായുക്ത ഇത്ര പ്രധാനപ്പെട്ട ശ്രീ പി എസ് സലിം എന്റെ സംശയം ശ്രീ പി എസ് സലിം എന്റെ സംശയം, അതായത് ഇത്ര പ്രധാനപ്പെട്ട ഒരു ജുഡീഷ്യൽ ബോഡിയാണ് ലോകായുക്ത എങ്കിൽ ശ്രീ പി എസ് സലിം ഇത്ര പ്രധാനപ്പെട്ട ഒരു ജുഡീഷ്യൽ ബോഡിയാണ് ലോകായുക്ത എങ്കിൽ ലോകായുക്ത ഉമ്മൻചാണ്ടിയുടെ കാലത്ത് 96 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 19 മന്ത്രിമാർക്കെതിരെ മാത്രം കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. 31 കേസുകൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഉണ്ട്. തിരുവഞ്ചൂരിനെതിരെ 14 കേസുകളുണ്ട്. അബ്ദുൾ റബ്ബിനെതിരെ 13 കേസുകളുണ്ട്. സുനാമി കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ലോകായുക്ത ഉന്നയിച്ചു. എന്തുകൊണ്ട് അന്ന് നിങ്ങളൊരു കീഴ്വഴക്കം കാട്ടിയില്ല? അതാണ് ഇവിടെ ചോദിക്കപ്പെട്ടത്. എന്തുകൊണ്ട് പി എസ് സലിം ഒരു കീഴ്വഴക്കം കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായിട്ടില്ല? ഉമ്മൻചാണ്ടിക്കെതിരെയോ മന്ത്രിമാർക്കെതിരെയോ ലോകായുക്തയിൽ പരാതികൾ നൽകുന്നു എന്നുള്ളത് അതല്ല ഇവിടുത്തെ വിഷയം. ലോകായുക്തയുടെ പരാമർശങ്ങൾ, ലോകായുക്തയുടെ വിമർശനങ്ങൾ, ഇതിനെയൊക്കെ ഏറ്റെടുത്ത് ഒരു കീഴ്വഴക്കം മാതൃകാപരമായി രാജിവെച്ച ചരിത്രം ഉമ്മൻചാണ്ടിക്കടക്കം ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കന്മാർക്കുണ്ടോ? രാമേന്ദ്രൻ മാസ്റ്ററുടെ കാര്യം ഒരു പക്ഷെ പറയുമായിരിക്കും നിങ്ങൾ. പക്ഷെ ഞാൻ ചോദിക്കുന്നത്, ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തിട്ട് ഒരു പാരമ്പര്യമുണ്ടോ? തിരുവഞ്ചൂർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? അബ്ദുൾ റബ്ബ് അങ്ങനെ ചെയ്തിട്ടുണ്ടോ? രാമേന്ദ്രൻ മാസ്റ്റർ, കെ.പി. വിശ്വനാഥൻ, എത്ര മന്ത്രിമാരും വെച്ചിട്ടുണ്ട്. ഉമ്മൻചാണ്ടി 2011-16 കാലയളവിലെ ലോകായുക്തയുടെ ഈ നടപടിക്രമങ്ങൾ, സുനാമി കേസുമായി ബന്ധപ്പെട്ട നേരത്തെ ഉണ്ടായിരുന്ന വിമർശനങ്ങൾ, ഇതിനൊക്കെ ലോകായുക്തയുടെ ഒരു മാതൃകാപരമായ കീഴ്വഴക്കം ഉമ്മൻചാണ്ടി കാട്ടിയിട്ടുണ്ടോ? ഉമ്മൻചാണ്ടിയുടെ മന്ത്രിമാരായ തിരുവഞ്ചൂരും അബ്ദുൾ റബ്ബും കാട്ടിയിട്ടുണ്ടോ കീഴ്വഴക്കം? അതില്ലാത്ത കീഴ്വഴക്കം എന്തിനാണ് ജലീൽ ഇപ്പോൾ കാട്ടുന്നത് ഈ 20 ദിവസം മാത്രം ഉള്ളപ്പോൾ? അതാണ് ചോദ്യം. അല്ല, ഉമ്മൻചാണ്ടി മാത്രമല്ലല്ലോ, ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ അംഗങ്ങൾ വരെ വിധിന്യായങ്ങളുടെ പേരിലല്ല, ഒരു കേസിന്റെ നടപ്പ് വഴികളിൽ അവിചാരിതമായി ഉണ്ടാവുന്ന നേരിയ പരാമർശങ്ങൾ ശ്രീ പി പി ചിത്തരഞ്ജൻ പി എസ് എല്ലിന് മറുപടി കൊടുക്കാം. നമുക്ക് ചർച്ച വൈൻഡപ്പ് ചെയ്യാം. ശ്രീ പി പി ചിത്തരഞ്ജൻ, അല്ല, കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്കെതിരായി നിലവിലുണ്ടായിരുന്ന എത്രയോ കേസുകൾ, ആ കേസുകളുടെ പേരിൽ ഏതെങ്കിലും ഒരു മന്ത്രി രാജിവെച്ചോ? അല്ല, ലോകായുക്തയിൽ മാത്രമാണോ? ഏതെല്ലാം പരാമർശങ്ങൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പോലും നടത്തിയിട്ടുണ്ട് ആ ഗവൺമെൻറ്റിലെ മന്ത്രിമാർക്കെതിരായി, മുഖ്യമന്ത്രിക്കെതിരായി. ആരും രാജിവെച്ചിട്ടില്ലല്ലോ. ഇവിടെ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ ജലീലിൻ്റെ രാജിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നതിൻ്റെ പിന്നിൽ തികച്ചും രാഷ്ട്രീയമല്ലാതെ വേറൊന്നുമില്ല. അദ്ദേഹത്തിൻ്റെ പേരിൽ ഇപ്പോൾ ലോകായുക്ത പുറപ്പെടുവിച്ചിരിക്കുന്ന വിധിന്യായം, ആ വിധിന്യായത്തിൻ്റെ നിയമപരമായ വശങ്ങൾ പഠിച്ച് ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്ന് പറയുമ്പോൾ ഇപ്പം തന്നെ രാജിവെച്ചേ പറ്റൂ എന്നുള്ളതിൽ ബഹളം കൂട്ടേണ്ട ഒരു കാര്യമില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. UDFനും കോൺഗ്രസിനും ഇത് പറയുവാനുള്ള ഒരു ധാർമ്മിക അവകാശവും ഇല്ല. കാരണം അവർ അധികാരത്തിലിരുന്ന കാലയളവിലെല്ലാം ഈ കേരളത്തിൻ്റെ മണ്ണിൽ മുഖ്യമന്ത്രി മുതൽ മന്ത്രിമാർ വരെയുള്ളവർക്കെതിരായി എത്രയോ പരാമർശങ്ങളും എത്രയോ നടപടികളും ഉണ്ടായിട്ട് രാജിവെക്കുവാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമല്ല, അതിനെയെല്ലാം അന്ന് ദുർവ്യാഖ്യാനം ചെയ്യുവാൻ തയ്യാറായ ആൾക്കാരാണ് ഇപ്പോൾ കേവലം 2 ആഴ്ചക്കാലം മാത്രം അവശേഷിക്കുന്ന ഒരു ഗവൺമെൻറ്റിലെ മന്ത്രിക്കെതിരായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും ബഹുമാനപ്പെട്ട കേരള ഗവർണറും കണ്ടെത്തിയിട്ടുള്ള ആ പരാമർശങ്ങളെയെല്ലാം അവർ മാനിക്കാതെ ഇപ്പോൾ ഇവിടെ പുതിയ ന്യായങ്ങളുമായി വരുന്നത്. അതിന്റെ യഥാർത്ഥത്തിലുള്ള വശം തികച്ചും രാഷ്ട്രീയമാണെന്ന് ആർക്കാ മനസ്സിലാക്കാൻ കഴിയാത്തത്? തീർച്ചയായും ശ്രീ പി പി ചിദംബരം, എന്തായിരുന്നാലും നിയമങ്ങൾ ഉയർത്തുന്ന സാങ്കേതികമായ ചില കാര്യങ്ങൾക്കപ്പുറത്തേക്ക് വസ്തുതാപരമായി കട്ട് ആൻഡ് ട്രൈഡായി ഒന്നും തന്നെ KT ജലീലിനുമായി ബന്ധപ്പെട്ട് ബന്ധു നിയമനത്തിൽ ഉയർന്നില്ല. അതിന്
കൃത്യമായ പ്രതിരോധം മുമ്പോട്ട് വെക്കാൻ പ്രതിപക്ഷവും ആ അർത്ഥത്തിൽ പരാജയപ്പെടുകയാണ്. എന്തായിരുന്നാലും കാത്തിരുന്ന് കാണാം. നമുക്ക് ഫുൾ സ്റ്റോപ്പ് ഇടാതെ ചർച്ച ജനങ്ങളിലേക്ക് ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ.